भला परमेश्वर है अपना परमेश्वर, എത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. हमें जानने वाला परमेश्वर. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ അറിയുന്ന ദൈവം. एक चरवाहा कैसे उसका भेड़ों को नाम पुकार के बुलाते, वैसे अपना नाम जानने वाला, हमें नाम पुकार के बुलाने वाला परमेश्वर. ഒരു ഇടയൻ എങ്ങനെ ആടിനെ പേര് ചൊല്ലി വിളിക്കുന്നത്, അതുപോലെ നമ്മളെ പേര് ചൊല്ലി നമ്മളെ അറിയുന്ന നമ്മുടെ ഇടയൻ. हम सभी लोग प्रभु की उपस्थिति में बहुत प्रेशियस है मेरे प्यारो. നമ്മളെല്ലാം ദൈവസന്നിധി ഒത്തിരി മൂല്യവാനാണ്. We all are in the sight of precious, in the sight of God. Hallelujah, precious in the sight of God. हम सभी लोग परमेश्वर के नजर में मूल्यवान हैं. हाँ, दुनिया का रीति में कभी आपको लगा होगा मुझे कोई मूल्य नहीं. ലോകത്തിന്റെ ദൃഷ്ടി നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരു വിലയില്ല. आपको खुद को लगा होगा मुझे कुछ मूल्य नहीं. നമുക്ക് സ്വയം തോന്നിക്കാണും നമ്മുടെ ഒരു വിലയുമില്ല. लेकिन परमेश्वर आपको कितना मूल्य दिया है आपको हमेशा याद में रखना है. പക്ഷെ ദൈവം നമുക്ക് എത്ര വില തന്നിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. कभी कभी हमें ऐसे लगेगा ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, मुझे कुछ मूल्य नहीं है. എനിക്കൊരു വാല്യൂ ഇല്ല. यीशु ने हालेलुया कभी ऐसे कहा, इस छोटे में से सबसे छोटा. യേശു ഇങ്ങനെ പറഞ്ഞു, ഈ ചെറുതിൽ ഏറ്റവും ചെറുത്. यीशु ने क्या कहा, इस छोटे में से सबसे छोटा. യേശു പറഞ്ഞു, ഈ ചെറുതിൽ ഏറ്റവും ചെറുത്. मतलब क्या है, अंदर बड़े लोग बहुत होगा, വില ഒത്തിരി കാണും, उनको बहुत मूल्य होगा, അവർക്ക് ഒത്തിരി വില കാണും. लेकिन इस छोटे में से सबसे छोटा. പക്ഷെ ചെറുതും ചെറുതിലായത്. यीशु ने क्या कहा मालूम है, യേശു എന്ത് പറഞ്ഞത്? उनका दूध हमेशा परमेश्वर का चेहरा देखते हैं. ദൈവത്തിന്റെ ദൂതൻ എപ്പോഴും അവരുടെ മുഖം നോക്കും. सबसे छोटा मेरा भाषा में विश्वासी हो, എന്റെ ഭാഷയിൽ ഏറ്റവും ചെറിയ उनके വിശ്വാസിയായാലും लिए भी प्रभु ने पर्सनल दूध दिया है. पर्सनल एक फरिश्ता, एक स्वर्गदूत दिया है. അവർക്ക് വേണ്ടി ദൈവം അവർക്ക് വേണ്ടി പേഴ്സണൽ ഒരു സ്വർഗ്ഗദൂതനെ കൊടുത്തിട്ടുണ്ട്. हेलो, मुझे ऐसे लग रहा है बड़े बड़े परमेश्वर के दासों के पास बहुत दूध होगा, लेकिन सबसे छोटा व्यक्ति को भी पर्सनल अटेंशन के लिए प्रभु ने स्वर्गदूत दिया है. വലിയ ദൈവദാസന്മാർക്ക് ഒത്തിരി സ്വർഗ്ഗദൂതന്മാർ കാണും അവരുടെ കൂടെ. പക്ഷെ ഏറ്റവും ചെറിയ വിശ്വാസികൾക്ക് ദൈവം ഒരു സ്വർഗ്ഗദൂതനെ കൊടുത്തിട്ടുണ്ട്. इसने क्या कहा मालूम है, പിന്നെ യേശു എന്ത് പറഞ്ഞു? इसलिए उस छोटे में से छोटा का विरुद्ध में भी कुछ बोलना नहीं है. ഈ ദൈവം പറഞ്ഞു, ഇത് ചെറുതിലും ചെറിയ വ്യക്തിയെ കുറിച്ചും നമ്മളൊന്നും പറയില്ലേ. क्योंकि उनका जो हालेलुया क्या बोलते हैं, दूध हमेशा परमेश्वर का चेहरा देखते हैं. അവനെ കാക്കുന്ന സ്വർഗ്ഗദൂതൻ എപ്പോഴും ദൈവത്തിന്റെ മുഖം നോക്കുന്നതാ, ദൈവത്തിന്റെ മുഖം കാണുന്നവനാ. ദൈവത്തിന്റെ മുഖം കാണുന്നതാ. ഈ ചെറിയവരിൽ ഏറ്റവും ചെറിയവന് പോലും എതിരായിട്ടൊന്നും പറയില്ലെന്ന് യേശു പറഞ്ഞതല്ലേ. यीशु ने इस प्रकार बोला, छोटे से भी छोटे के विरुद्ध भी हमें कुछ नहीं कहना है. അതിന്റെ കാരണം എന്താ? उसका कारण क्या है? അവന്റെ ദൂതൻ, അവന്റെ കാവൽ മാലാഖ എന്ന് വേണമെങ്കിൽ വിളിക്കാം. उसका जो स्वर्गदूत है സ്വർഗത്തിൽ പിതാവിന്റെ മുഖം കാണുന്നുണ്ടെന്ന്. उस स्वर्ग में पिता का चेहरा देखता മുഖം है. കാണുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? चेहरा देखने का अर्थ क्या ആ है? ദൂതൻ वो स्वर्गदूत പിതാവിന്റെ മുഖം കാണിക്കാൻ പോകുന്നു. कि पिता को चेहरा दिखाने जाता है. അത് രാജാക്കന്മാരെ സംബന്ധിച്ച് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. और राजाओं के लिए उपयोग करने वाला एक पद है. രാജാവിനെ മുഖം കാണിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ എന്താ? राजा को चेहरा दिखाने का जाना है. उसका अर्थ क्या है? രാജാവിന്റെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമെന്ന്. राजा के पास रिपोर्ट लेके जाता है. എന്ത് റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമെന്ന്? क्या रिपोर्ट करने जाता है? ഞാന് ആരെയാണ് എനിക്ക് ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത്, ആരുടെ അടുക്കലാണ് നീ എന്നെ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത്, किसके पास तूने मुझे काम पे रखा है? ഏറ്റവും ചെറിയ വ്യക്തിയാ, एकदम छोटा व्यक्ति है, പക്ഷെ അവന്റെ അടുക്കൽ ഇന്ന വിഷയങ്ങൾ ഉണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. लेकिन उसके पास ये आज विषय था बोल के रिपोर्ट करता है. അവനോട് ഇന്ന രീതിയിൽ സംസാരിച്ചു, उससे इस व्यक्ति ने इस प्रकार बातें किया, അവനെ ചെറുതാക്കി സംസാരിച്ചു, उसे छोटा करके बातें किया, അവനെ എതിരെ ഭീഷണിപ്പെടുത്തി സംസാരിച്ചു. उसके विरुद्ध में धमकी दे के बात ഇത് किया. എവിടെ റിപ്പോർട്ട് ചെല്ലും? ये कहाँ रिपोर्ट जाता है? സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. स्वर्ग में पिता के पास रिपोर्ट जाता है. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. मैं जो समझा एक बात कहता हूँ. ഹല്ലേലൂയ. നിങ്ങളോട് കൂടെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഡ്യൂട്ടിക്കിട്ട ദൂതന്മാരുണ്ട്. कि आपके लिए परमेश्वर ने ड्यूटी में डाला स्वर्गदूत है. कारण നിങ്ങൾ ദൈവത്തിന് വളരെ പ്രഷ്യസ് ആണ്. आप परमेश्वर के लिए बहुत मूल्यवान हो. നിങ്ങൾക്കെതിരെ എന്ത് സംഭവിച്ചാലും आपके विरुद्ध में कुछ भी हो, it's reported properly. हालेलुया. आपके विरुद्ध में कुछ भी होते हुए परमेश्वर के पास रिपोर्ट जाता है. जब शैतान आपको धमकी देता है, പിശാച് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ शैतान आपको नाश करने देखता है, എല്ലാ റിപ്പോർട്ട് അവിടെ ചെല്ലുക. सारे के सारे रिपोर्ट परमेश्वर के पास അതുകൊണ്ട് जाते ദൈവം हैं. സാത്താനോട് ചോദിച്ചത്, इसलिए सातान से परमेश्वर ने എന്റെ पूछा ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ എന്ന്. कि मेरा दास जो आयु में उसके ऊपर तूने दृष्टि रखा है क्या? റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. क्योंकि वो रिपोर्ट मेरे पास मिला है. ഹല്ലേലൂയ. ദൈവവൈദ്യലേ, നിങ്ങൾ ഏറ്റവും ചെറിയ വ്യക്തിയായിരിക്കാം, परमेश्वर के बच्चों आप सबसे छोटा व्यक्ति हो പക്ഷേ നിങ്ങൾ सकता है, കർത്താവിന് ഒത്തിരി പ്രഷ്യസാ. लेकिन आप परमेश्वर के नजर में बहुत मूल्यवान हो. മറ്റൊരു വേദഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, दूसरे आयत में इस प्रकार लिखा है, ഏറ്റവും ചെറിയ അവന് ഇടർച്ച വരുത്തിയാൽ,
कि सबसे जो छोटा है उसको अगर ठोकर खाने का मौका हुआ, ഏറ്റവും ചെറിയവൻ ഇടർച്ച വരുത്തിയാൽ പോലും, अगर सबसे जो छोटा उसको भी अगर ठोकर खाने पड़ा, അവന്റെ ഇടർച്ച വരുത്തിയവന്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൽ മുക്കിക്കളയണം. उसको जो गिरने के लिए मौका बनाया उसके सिर गले पे पत्थर डाल के समुद्र में डाल दो. ചെറിയവനാ ഇടർച്ച വരുത്തിയത്. सबसे जो छोटा उसको ठोकर करवाया. പൊയ്ക്കോട്ട് കേട്ടോ എന്ന് പറയത്തില്ല. परमेश्वर नहीं बोलेगा जाने दो. ഏറ്റവും ചെറിയ ദൈവവൈതലിന് ഇടർച്ച വരുത്തിയാൽ പോലും, अगर सबसे छोटा जो व्यक्ति उसको भी अगर गिरने में हम तुम लाता है, എങ്ങനെ ആക്ട് ചെയ്യണം എന്നാ കർത്താവ് പറഞ്ഞത്? कैसे उस पे कार्य करने परमेश्वर ने कहा? കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടിയിട്ട് അവനെ സമുദ്രത്തിൽ മുക്കിക്കളയണം എന്നാ പറഞ്ഞത്. गले में एक पत्थर बांध के उसे समुद्र में डुबा दे. അപ്പൊ ആരാ നമുക്ക് ഇടർച്ച വരുത്തുന്നത്? तो कौन है हमें जो ठोकर खिलाता है? ഇത് ഇടർച്ച വരുത്തുന്ന മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്. ये जो ठोकर देने वाला इंसानों के बारे में नहीं दे रहे. ഇടർച്ച വരുത്തുന്ന നമ്മുടെ ഒരു ശത്രുവുണ്ട്. हम सबको ठोकर देने वाला एक शत्रु है. അപ്പൊ നിനക്കും എനിക്കും ഇടർച്ച വരുത്തുന്ന പിശാചിനോടുള്ള ദൈവത്തിന്റെ പ്രതിക്രിയ, പിശാചിനോടുള്ള ദൈവത്തിന്റെ ക്രിയയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. हमें और आपको गिराने का जो कार्य करने वाला शैतान है उसके बारे में यहाँ कहता है. എന്ത് ചെയ്യണമെന്നാ? क्या करना है? കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടിയിട്ട് മുക്കിക്കളയണമെന്ന്. कि गले में एक पत्थर बांध के उसको डुबा देना है. നിങ്ങൾ ഏറ്റവും ചെറിയ വ്യക്തിയായിരിക്കാം, आप सबसे छोटा व्यक्ति हो सकता है. സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്ന സകലത്തെയും കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി മുക്കിക്കളയുമെന്ന്. ഹല്ലേലൂയ. आप एक छोटा व्यक्ति हो सकते, लेकिन आपको गिराने के लिए कोई भी योजना करते हो, सबके गले में परमेश्वर एक पत्थर बांध के उसे डुबा देगा. എന്തിനാ തിരികല്ല് കെട്ടുന്നത്? क्यों पत्थर बांधते हैं? കഴുത്തിൽ എന്തിനാ തിരികല്ല് കെട്ടുന്നത്? गले में क्यों पत्थर बांधते हैं? അങ്ങ് മുക്കിയാ പോരായോ? उसको डुबाना है. അങ്ങനെ മുക്കിയാൽ ചിലപ്പോൾ ഇവൻ പൊങ്ങി വരും. ऐसे डुबाएगा तो उठ के आ सकता ഇവൻ है. ഇനി ഒരിക്കലും പൊങ്ങി വരാതിരിക്കേണ്ട, अब एक कभी उठ के नहीं आना है. നിനക്കെതിരെ നിന്ന് അന്ധകാരം ഒരിക്കലും തല പൊക്കാതിരിക്കേണ്ടതിന്, तेरे विरुद्ध में जो खड़ा हुआ अंधकार अभी कभी सिर नहीं उठाना है. എന്നേക്കുമായിട്ട് അതിനെ മുക്കുമെന്ന്. हमेशा के उसको डुबा देगा. You all are precious in the sight of God. आप बहुत मूल्य है, मान है परमेश्वर की नजर में. കൈ പിടിച്ചിട്ട് പറ, जो बाजू में उसके हाथ पकड़ के गए, നമ്മളെല്ലാം വളരെ precious ആണ്. हम सब बहुत ही मूल्यवान हैं. നീ ഒരു ദൈവ പൈതലാണ്. You are a child of God. तुम एक परमेश्वर का बच्चा है. നീ ദൈവ പൈതലാന്ന് പറയുമ്പോൾ तू जब परमेश्वर का बच्चा कहता है, ഒത്തിരി പ്രിവിലേജസ് അതിനകത്തുണ്ട്. उसमें बहुत सारे बेनिफिट्स हैं. ലാസ്റ്റ് വീക്ക് വെള്ളിയാഴ്ച നമ്മളത് പറയുകയായിരുന്നു. पिछले फ्राइडे को हमने वो कहा, യേശുവിന്റെ രക്തത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. हमने यीशु के लहू के बारे में कहा. യേശുവിന്റെ രക്തത്തെ കുറിച്ച് നമ്മൾ എന്താ കേട്ടത്? यीशु के लहू के बारे में हमने क्या सुना? ഓൾഡ് ടെസ്റ്റ്മെന്റ് പറയുന്നത് രക്തത്തിലാ ജീവൻ എന്ന് പറയുന്നു. कि पुराना नियम में कहते हैं लहू में जीवन है. അങ്ങനെയാണെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ നമുക്കറിയാം, अगर ऐसे है तो नया नियम हम जानते हैं. യേശുവിന്റെ രക്തത്താൽ, यीशु के लहू से, യേശു കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ यीशु कालवरी बहाया लहू से ശുദ്ധീകരണം പ്രാപിച്ചവൻ, हमें शुद्ध हुआ. യേശു ചൊരിഞ്ഞ രക്തത്താൽ यीशु ने बहाया लहू से ജീവൻ പ്രാപിച്ചവൻ. हम जीवन प्राप्त किया. യേശുവിന്റെ രക്തമാണ് നമ്മിലുള്ള രക്തം. यीशु का लहू है हम में जो बहने वाला लहू. പുതിയ നിയമ ദൈവ പൈതലിലുള്ള രക്തം. नया नियम में जो है उसमें जो लहू है, യേശുവുമായിട്ട് നമുക്കൊരു ബ്ലഡ് റിലേഷൻഷിപ്പ് ആണുള്ളത്. आमेन हालेलुया. यीशु के साथ हमारा एक लहू का संबंध है. ഈ ലോകം പടത്തിലെ രക്തബന്ധം ഭയങ്കര വലിപ്പമുള്ളതാണ്. कि दुनिया में कहते हैं कि जो लहू का जो बंधन है वो बहुत पावरफुल है. എന്റെ രക്തമാണെന്ന് പറയത്തില്ലേ? बोले मेरा लहू है वो. നമുക്ക് യേശുവുമായിട്ടുള്ളത് രക്തബന്ധമാ. हमें जो यीशु के साथ है खून का संबंध है. രക്തത്തിന്റെ ബന്ധം. कौन सा खून? കാൽവറി ക്രൂശിൽ നമുക്കായി ഒഴുക്കപ്പെട്ട രക്തത്തിന്റെ ബന്ധം. कालवरी क्रूस में हमारे लिए बहाया वो जो लहू है, യേശുവിന്റെ രക്തത്തിന്റെ ബന്ധം. यीशु का जो लहू का बंधन है. നമുക്ക് യേശുവിന്റെ രക്തത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ വെള്ളിയാഴ്ച കേട്ടു. कि हमने यीशु के लहू के बारे में बहुत सारी चीजें फ्राइडे में सुना. നമ്മൾ കേട്ട് നിർത്തിയത് हमने जो सुन के बंद किया, രക്തം കൊണ്ട്, ആ രക്തത്തിന്റെ പ്രിവിലേജ് കൊണ്ട്, उस लहू के जो प्रिविलेज से ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കൽ വരാനുള്ള ഒരു പ്രിവിലേജ് നമുക്ക് തന്നിരിക്കുക. उस लहू से हम क्या है कि कृपा का सिंहासन में धैर्य के साथ प्रवेश कर सकते ദൈവത്തിന്റെ हैं. കൃപാസനത്തിന്റെ അടുക്കലേക്ക് വരുവാനുള്ള ഒരു പ്രിവിലേജ് നമുക്ക് തന്നിരിക്കുക. परमेश्वर का अनुग्रह का सिंहासन के पास आने का एक ഈ प्रिविलेज. കൃപാസനത്തിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ये जो अनुग्रह का सिंहासन के पास जो आता है, വേദപുസ്തകം പറയുന്നു वचन कहता है, നിങ്ങൾക്ക് സഹായം ലഭിക്കും. आमेन आमेन हालेलुया. हमें वहां मदद मिलता है. ഹല്ലേലൂയ. നിങ്ങൾക്ക് സഹായം ലഭിക്കും. आपको मदद मिलता है. കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് മീറ്റിംഗിൽ ഞാൻ ചോദിച്ചു, എൻകറേജ്മെന്റ് വേണ്ടാത്ത ആരുണ്ടെന്ന്. कि पिछली बार एक यूथ मीटिंग में पासवान ने पूछा किसको एक एनकरेजमेंट नहीं चाहिए. എൻകറേജ്മെന്റ് വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? कोई है क्या जिसको एनकरेजमेंट नहीं चाहिए? ഹല്ലേലൂയ. നമുക്കെല്ലാം എൻകറേജ്മെന്റ് വേണം അല്ലേ? हम सबको एनकरेजमेंट चाहिए. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പലരും എന്നോട് ചോദിച്ചു, എനിക്ക് വേണ്ടിയായിരുന്നു ആ ദൂത് പറഞ്ഞതെന്ന്. तो बहुत सारे लोग मतलब कि मेरे लिए वो वाणी दिया है. പലരും എന്നെ വിളിക്കാൻ ഇടയായി തുടങ്ങുന്നു.
പലരും എന്നെ ഫോൺ ചെയ്യാനിടയായി. बहुत सारे लोगों ने फोन किया है എനിക്ക് വേണ്ടിയായിരുന്നു ആ ദൂതെന്ന് ചോദിച്ചു. कि बोला मेरे लिए वो वाणी था. ആ മെസ്സേജ് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ആർക്ക് വേണ്ടിയാ ഈ മെസ്സേജ് എന്ന് ഓർത്തു. संदेश दिया तो मैंने सोचा किसके लिए है संदेश. ദൈവാത്മാവ് എന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. परमेश्वर के आत्मा कुछ भी कहते उसके लिए We उद्देश्य all है. need encouragement. हम सबको एनकरेजमेंट चाहिए വലിയ പാസ്റ്റർമാർക്ക് പോലും എൻകറേജ്മെന്റ് ആവശ്യമാണ്. कि बड़े बड़े पासवान को भी एनकरेजमेंट चाहिए. എൻകറേജ്മെന്റ് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കപ്പ് ആയി നിൽക്കുമ്പോൾ हम कहीं जब हटक जाते हैं നമ്മളെ പുറകിൽ നിന്ന് തള്ളി വിടുന്നത് പോലാണ്. कि हमें पीछे से धक्का मार के आगे भेजते वैसा है. എൻകറേജ്മെന്റ് ഒരു ഡബിൾ എഞ്ചിൻ ഹല്ലേലൂയ ട്രെയിൻ പോലെയാണ്. ഡബിൾ जो हौसला है हमें एक डबल इंजन ट्रेन के समान है. നമ്മുടെ സർക്കാർ എപ്പോഴും പറയത്തില്ല ഡബിൾ എഞ്ചിൻ എന്ന്. सरकार हमेशा कहते हैं डबल इंजन. നമുക്ക് സത്യത്തിൽ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ ഡബിൾ എഞ്ചിൻ ഉണ്ട് പ്രിയമുള്ളവരെ. हकीकत में मसीह जीवन में डबल इंजन है. കഴിഞ്ഞ ദിവസം പ്രയർ സെല്ലിൽ പറഞ്ഞ കാര്യമാണ്. पीछे दिन प्रेयर सेल में कहा है. വെള്ളിയാഴ്ച പറഞ്ഞത് എനിക്ക് മീറ്റിംഗ് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു. फ्राइडे को मीटिंग कहा कि मुझे याद नहीं. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ जब नॉर्थ इंडिया से हम आते हैं ഇഗത്പുരി കഴിഞ്ഞിട്ട് इगतपुरी के बाद പിന്നെ ഭയങ്കര കയറ്റമാ. ഒരു മലയാണ്. उसके बाद बहुत बड़ा एक पहाड़ है. അവിടെ തുരങ്കം ഉണ്ടാക്കിയിട്ടില്ല. वहाँ क्या है कि टनल नहीं बनाया है. മല കേറി വേണം ട്രെയിൻ ഇറങ്ങാൻ വേണ്ടി. तो क्या है कि वो पहाड़ चढ़ के ट्रेन को उतरना है. എനിക്കൊന്ന് ഇഗത്പുരി സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ വണ്ടി പിടിച്ചിടും. तो क्या है इगतपुरी में आने के बाद गाड़ी वहाँ पकड़ के डालते हैं. നേരം ഈ 21 ബോഗിയുള്ള ഈ ട്രെയിൻ ഈ എഞ്ചിൻ വലിച്ചോണ്ട് വരികയാണ്. तब तक 21 बोगी का जो ट्रेन है वो इंजन खींच के लेके आता है. സ്മൂത്തായിട്ടാ വലിക്കുന്നത്. एकदम स्मूथ हो चलाता है കാരണം നിരപ്പാണ്. क्योंकि वो सीधा है. ഒരു പ്രശ്നവും ഇല്ല. कोई समस्या नहीं है. ഇഗത്പുരി ആകുമ്പോൾ അവിടെ പിടിച്ചിട്ടേക്കുവാ. इगतपुरी में उधर पकड़ के डाला है. ആളുകൾ ട്രെയിനകത്തിരുന്ന് പറയും क्यों लोग ट्रेन में बैठ के कहेंगे പീछे എഞ്ചിൻ ലഗാനാ പടേഗാ. कि പുറകിൽ इंजन വെക്കേണ്ടി വരും. പുറകിൽ നിന്ന് എഞ്ചിൻ തള്ളി വേണം ഈ മല കയറ്റാൻ. ഇനി कि पीछे से इंजन धक्का मार के पहाड़ को ട്രെയിൻ उठाना है. വലിക്കുകയാണ്. आगे से ट्रेन खींच रहे हैं. വലിക്കുകയാണ്. आगे से इंजन खींच रहे हैं. എത്ര വലിച്ചാലും ये इंजन कितना भी ഈ खींचे കയറ്റം കയറി ബോംബെയിൽ എത്തത്തില്ല. कि ये जो पहाड़ चढ़ के मुंबई नहीं आएगा. 30-45 മിനിറ്റ്സ് അവിടെ ട്രെയിൻ കിടക്കുകയാ. इसके लिए 45 मिनट्स वहाँ ट्रेन पकड़ പുറകിൽ रहे ഒരു എഞ്ചിൻ തള്ളാൻ വേണ്ടി വരും. कि एक पीछे से एक इंजन आएगा धक्का मारने. നോർത്തിൽ പോയിട്ട് വരുന്നവർക്കൊക്കെ അറിയാം. जो नॉर्थ में जाके आते हैं उसको ഈ पता है കയറ്റം കയറുന്നത് തെള്ളിയാ കയറ്റുന്നത്. ये जो पहाड़ जो चढ़ता है धक्का देके है ഹല്ലേലൂയ. പുറകിൽ നിന്നൊരു തള്ള്. कि पीछे से एक धक्का. ജീവിതത്തിൽ എവിടെയൊക്കെ സ്റ്റക്കപ്പ് ആയി നിൽക്കുമ്പോൾ कि जीवन में कहीं ना कहीं जब रुका हुआ रहता है പുറകിൽ നിന്നൊരു തള്ള ആവശ്യമാണ്. हमें पीछे से एक धक्का चाहिए. ആർക്കാ വേണ്ടാത്തത്? कौन है जिसको नहीं चाहिए? എൻകറേജ്മെന്റ് വേണ്ടാത്തത് ആർക്കാണ്? कौन है जिसको हौसला नहीं चाहिए? എനിക്ക് എൻകറേജ്മെന്റ് വേണം. मुझे हौसला चाहिए. നമുക്ക് ഓരോരുത്തർക്കും വേണം. हम हर एक को चाहिए. അങ്ങനെ ഒരു തള്ളു കൊള്ളിക്കഴിഞ്ഞാൽ जब ऐसे एक धक्का जब देता है കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളി തന്നെ വലിച്ചോളൂ. वो पहाड़ चढ़ने के बाद अपने आप चलेगा. കർത്താവിന് പോലും ആവശ്യമായിരുന്നു. यीशु मसीह को भी जरूरत था ക്രൂശിലേക്കുള്ള വഴിയിൽ, कि सूली के मार्ग पे, കാൽവറിയിലേക്കുള്ള വഴിയിൽ, कालवरी के मार्ग ക്രൂശ് में, എടുത്തോണ്ടുള്ള വഴിയിൽ क्यों सूली उठा के जाने में വീണും തളർന്നും ക്ഷീണിച്ച് ആ ക്രൂശ് വലിക്കാൻ കഷ്ടപ്പെട്ട ഹല്ലേലൂയ. जब गिर के थक के जब सूली उठाने में जब दिक्कत हो रहा था, യേശുവിന് ഒരു നിമിഷത്തിൽ यीशु को एक क्षण के लिए അവന്റെ മുകളിൽ ഇരിക്കുന്ന ക്രൂശിൽ ഒരു ഹൽക്കാപ്പൺ ഒരു ഫ്രീഡം महसूस ചെയ്തു. कि उसको एक क्षण के लिए उसके ऊपर जो सूली क्रूस रखा था उसमें एक हल्कापन हुआ. ക്രൂശിന്റെ ഭാരം കുറഞ്ഞെന്നൊരു തോന്നല്. उसका ऐसा लगा कि जो सूली का जो യേശു बोझ है वो कम സൈഡിലേക്ക് हुआ. നോക്കി. എന്താ സംഭവിച്ചത്? यीशु साइड में देखा क्या हुआ. ക്രൂശിന്റെ അങ്ങേ തലയ്ക്കൽ यीशु के क्रूस के उस पार കുരേനക്കാരൻ ശീമോന്റെ തോള് വന്നിട്ടുണ്ട്. सीमोन का जो है कंधा आया था. യേശുവിന് എന്തൊരു ആശ്വാസമായിരുന്നു. यीशु कितना आश्वासन था. യേശുവിന് പോലും എൻകറേജ്മെന്റ് ആവശ്യമായിരുന്നു. यीशु को भी एनकरेजमेंट की जरूरत था. അതുകൊണ്ടാണ് ഗത്സമന തോട്ടത്തിൽ इसके लिए गत्सेमा का जो പിതാവേ, बगीचे में ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ इसके लिए वो जब रोक के पुकार रहा था, पिता ये जो कटोरा मेरे में से हटा. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയിട്ട് അവനെ ബലപ്പെടുത്തിയത്. कि स्वर्गदूत उतर के उसको बल किया. ദൈവത്തിലെ നമുക്കൊക്കെ എൻകറേജ്മെന്റ് हम ആവശ്യമാണ്. सबको हौसले की जरूरत है. അതുപോലെ തന്നെ उसी प्रकार നമുക്കൊക്കെ ഒരു കമ്പാനിയൻ ആവശ്യമാണ്. उसी प्रकार हम सबको एक साथी की जरूरत है. നമുക്കൊക്കെ ഒരു കൂട്ട് ആവശ്യമാണ്. हम सबको एक साथी की जरूरत ഒറ്റയ്ക്ക് है. ഈ യാത്ര ചെയ്തു തീർക്കാൻ आमेन പറ്റത്തില്ല. आमेन. हाल अकेला ये यात्रा हम नहीं कर सकते. നമുക്കൊക്കെ ഒരു കൂട്ട് ആവശ്യമാണ്. हम सबको एक साथी चाहिए. എത്ര പേർ ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുന്നുണ്ട്? कितने लोग आज ये सुन रहा ക്രിസ്തീയ है. ജീവിതത്തിൽ मसीह जीवन में നമുക്ക് തന്ന കൂട്ടാണ് ഹല്ലേലൂയ യേശു ക്രിസ്തു. मसीह जीवन में हमें जो दिया साथी है यीशु അവൻ मसीह. നമ്മുടെ കൂടെ നടക്കുകയാണ്. वो हमारे साथ चलता है. നീ ദൈവ പൈതലാ കേട്ടോ. क्योंकि तू परमेश्वर का बच्चा നമ്മൾ है. precious ആ കേട്ടോ. हम बहुत मूल्यवान हैं. നമുക്കുള്ള കമ്പാനിയൻ हमारा जो साथी है യേശുവാണെങ്കിൽ
अगर यीशु है तो ആ യേശുവിന്റെ സാന്നിധ്യം वो यीशु के सानिध्य അവന്റെ പരിശുദ്ധാത്മാവിലൂടെ उसकी पवित्र आत्मा के द्वारा എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുക. वो हमेशा अपने साथ रहता है. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ पवित्र आत्मा आपके साथ है Holy तो Spirit is full of Jesus Christ. Hallelujah. पवित्र आत्मा पूरा यीशु मसीह है. യേശു ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട്. यीशु है तो पवित्र आत्मा है. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ पवित्र आत्मा साथ में है तो പൂർണ്ണമായും യേശു കൂടെ ഉള്ളതിന് തുല്യമാണ്. वो पूरी तरह से यीशु साथ में वैसा है. So we have a good companion with us. हमें एक अच्छा साथी हमें साथ है. നമുക്കെല്ലാം കൂടെ നിൽക്കുവാൻ ഒരു കമ്പാനിയൻ ഉണ്ട്. हम सबको साथ में रहने के लिए साथी चाहिए. പരിശുദ്ധാത്മാവ് നമ്മുടെ കമ്പാനിയനാ. पवित्र आत्मा हमारा साथी है. ഹല്ലേലൂയ. എത്ര പേർ കേൾക്കുന്നുണ്ട്? कितने लोग सुन रहा है? നിങ്ങൾ ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് आप परमेश्वर के बच्चे बोल के നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും നല്ല കമ്പാനിയനെ, हमें सबसे अच्छा साथी मिला है. പരിശുദ്ധാത്മാവാകുന്ന കമ്പാനിയൻ. पवित्र आत्मा जो साथी है, ഹല്ലേലൂയ. ഹെൽപ്പർ. जो हमारा मददगार है. ദൈവത്തിന്റെ വചനം പറയുന്നു परमेश्वर का वचन कहता है നമുക്കെല്ലാം ഹെൽപ്പ് ആവശ്യമാണ്. हम सबको मदद की जरूरत ഹെൽപ്പ് है. വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? कोई है कि जिसको मदद नहीं चाहिए? ഹെൽപ്പ് വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ? कोई है जिसे मदद नहीं चाहिए? ഹലോ, ഹെൽപ്പ് വേണ്ടാത്തവർ. कोई है जिसे मदद नहीं चाहिए? എവിടെയെങ്കിലുമൊക്കെ സഹായം ആവശ്യമാണ് അല്ലേ? कहीं ना कहीं हम सबको So मदद we चाहिए. have the best helper. अधारा का हाल है, हम सबको एक अच्छा We मददगार have है. the best companion with us. हमें एक अच्छा साथी है हमारे साथ. We have the best paraclete with us. हमारे साथ एक अच्छा पैराक्लीटा കുറെ है. നാളുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാ, मैं बहुत पहले कहा हुआ बात ചർച്ചിൽ है. പറഞ്ഞ കാര്യമാ. പാരക്ലീറ്റോ എന്ന പദം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത് कि पैराक्लीटो बोल के जो पद जो आया है അതൊരു മിലിറ്ററി ലാംഗ്വേജിന്റെ ഭാഗമാണ്. ഓർക്കുന്നുണ്ടോ? वो एक मिलिट्री लैंग्वेज का है. ശക്തനായ ഒരു പട്ടാളക്കാരൻ മുന്നിൽ യുദ്ധം ചെയ്യുമ്പോൾ एक सामर्थ्यशाली सैनिक जब आगे लड़ाई करता है, അവന്റെ പിന്നിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഹെൽപ്പറാണ് പാരക്ലീറ്റോ. उसके पीछे जो सपोर्ट करने के लिए रुका हुआ हेल्पर है മുന്നിൽ അവൻ पैराक्लीटो. യുദ്ധം ചെയ്ത് കയറുകയാ. वो युद्ध करके आगे बढ़ रहे हैं. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ऐसे जब युद्ध അവൻ करता है, ക്ഷീണിച്ചു പോയാൽ, वो जब थक जाता है, അവന് വെട്ടേറ്റാൽ, उसको अगर मार അവൻ लगता है, വീണ് പോയാൽ, अगर वो गिर जाता है, വീഴുന്നത് जो गिरता है പാരക്ലീറ്റോയുടെ കയ്യിലേക്കാ. जो पैराक्लीटो के हाथ में है, പാരക്ലീറ്റോ പിടിച്ചു നിർത്തുക അവനെ. पैराक्लीटो पकड़ के ഇന്ന് रुकता है उसे. പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ आज जो ദൈവമക്കളെ, मुझे सुनने वाले प्रिय बच्चों, you are in your battlefield. आप आपके युद्ध की भूमि में You हैं. may be battling against the sickness. आप Hallelujah. बीमारी के विरुद्ध युद्ध करता You होगा. may be, hallelujah, your battle against the cancer is going on, may be going on. कि आप हो सकते हैं क्या നിങ്ങൾ ക്യാൻസറുമായിട്ടുള്ള आप യുദ്ധം, कैंसर के साथ युद्ध कर रहे हैं, നിങ്ങളുടെ ആർത്രൈറ്റിസുമായിട്ടുള്ള യുദ്ധം, आपका एथलेटिक्स के साथ നിങ്ങളുടെ युद्ध है, ഡയബറ്റീസുമായിട്ടുള്ള യുദ്ധം, आपका डायबिटीज के साथ युद्ध है, നിങ്ങൾ പൈശാചിക മണ്ഡലമായി യുദ്ധം आप ചെയ്യുകയാണ്. शैतानी मंडल के साथ युद्ध നിങ്ങൾ कर रहे हैं. മുന്നോട്ട് വെട്ടിക്കേറുമ്പോൾ आप जब आगे मार के घुसता है, ചിലപ്പോഴൊക്കെ നീ ക്ഷീണിച്ചു പോകാം, कभी कभी तू थक जाता है, ചിലപ്പോഴൊക്കെ നീ തളർന്നു പോകാം. कभी कभी तू थक പക്ഷേ, जाता है, लेकिन നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, तुझे सपोर्ट करने के लिए വീണാലും താളടിയാകാതെ തകർന്നു പോകാതെ गिरा तो अभी नाश नहीं हो जाए, गिर ना പുറകിൽ जाए, പിടിച്ചു നിർത്തുന്ന ഒരു ഹെൽപ്പർ ഉണ്ട്, कि तुझे पीछे पकड़ कर रखने वाला एक और हेल्पर एक helper ഉണ്ട്. है. एक हेल्पर है, ഒരു മദദ്ഗാറുണ്ട്. एक हेल्पर है. കർത്താവിനെ സ്തുതിച്ചാട്ടെ. परमेश्वर को धन्यवाद दो, हाथों को उठा के. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ जब पासवान यहाँ बैठा था, ICC ബാങ്കിന്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു. आईसीसी बैंक का एक मैसेज आया. ICC ബാങ്ക് എപ്പോഴും ഈ സൺഡേല മെസ്സേജ് ഇടുന്നത് എനിക്ക് आईसीसी बैंक संडे को मैसेज डालता है. അവരുടെ ചിന്ത उनका विचार, ഏറ്റവും ആളുകളെ സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് ഇരിക്കുന്ന ദിവസം സൺഡേ അന്നേ മെസ്സേജ് വായിക്കത്തുള്ളൂ. उनको ऐसा लगता है कि संडे को लोग एकदम शांति से बैठते मैसेज पढ़ता है. ഈ ടെലിമാർക്കറ്റിംഗ് കോൾ കൂടുതൽ കിട്ടുന്ന സൺഡേലാ. कि टेलीमार्केटिंग को सबसे ज्यादा जो मिलते हैं संडे കാരണം को, ലോക മനുഷ്യരെല്ലാം ഇങ്ങനെ ഉഴപ്പി ഇരിക്കുന്ന ദിവസം സൺഡേ. कि दुनिया के लोग सब क्या शांति में बैठते हैं आज के दिन. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് സൺഡേ കോൾ കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. लेकिन पासवान को संडे को कॉल उठाना बहुत मुश्किल है, നമ്മളെ സംബന്ധിച്ചുള്ള സൺഡേ ഏറ്റവും തിരക്കുള്ള ദിവസം. क्योंकि हमारे संडे बहुत ही व्यस्त दिन है. നമുക്ക് ഏറ്റവും ഉത്സാഹമുള്ള ദിവസം സൺഡേയാ. हमें संडे बहुत जोश भरा दिन रहता ഒട്ടും है, സമയമില്ലാത്ത ദിവസം സൺഡേയാ. जरा से भी वक्त नहीं रहता संडे രാവിലെ को. ഇവിടെ ഇരുന്നപ്പോൾ ഒരു മെസ്സേജ് പെട്ടെന്ന് അതിങ്ങനെ പോപ്പ് അപ്പ് ചെയ്തു വന്നു. कि पहले सुबह बैठे तो जल्दी से एक मैसेज आया, അവര് ഓഫർ ചെയ്യുക, ऑफर करता है, you can give a companion in your fingertip. Hallelujah. आपको उंगली में एक साथी दे सकते हैं. നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ നിങ്ങൾക്ക് ഒരു കമ്പാനിയൻ തരാം. आपकी उंगलियों में एक साथी देंगे. Hallelujah. എനിക്ക് പെട്ടെന്ന് ഇതെന്റെ മനസ്സിന്റെ അകത്ത് കത്തി. कि फटक से पासवान को एक നിങ്ങളുടെ सोच आया ഫിംഗർ ടിപ്പിൽ നിങ്ങൾക്ക് ഒരു കമ്പാനിയനെ തരാമെന്ന്. कि आपके उंगलियों में आपको एक साथी देंगे. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഒന്ന് ചാറ്റ് ചെയ്താലും മതി, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കമ്പാനിയനെ തരാമെന്ന്. कि आप जस्ट चैट करो कि आपके साथ आपसे बात करने के लिए एक साथी देंगे. ദൈവമക്കളെ,
നമ്മളെ സംബന്ധിച്ചിടത്തോളം मेरे प्रिय बच्चों, हमारे लिए നമുക്കൊരു കമ്പാനിയൻ ഉണ്ട്, हमारे लिए एक साथी है, നമുക്കൊരു പാരക്ലിറ്റോ ഉണ്ട്, हमें एक पैराक्लिटो है, ഒരിക്കലും മാറിപ്പോകാത്തവൻ. और कभी भी पीछे ना എന്ത് हटेगा, സാഹചര്യം വന്നാലും നിന്നെ കൈവിടത്തില്ല കേട്ടോ. कोई भी अवस्था में तेरा हाथ नहीं छोड़ेगा, പരിശുദ്ധാത്മാവ് ഒരിക്കലും നിന്നെ കൈവിടത്തില്ല കേട്ടോ. पवित्र आत्मा कभी तुझे हाथ नहीं Whatever your छोड़ेगा, situation may be, कोई भी अवस्था क्यों ना हो, നിന്റെ സിറ്റുവേഷൻ എന്തുമാകട്ടെ, तेरा अवस्था कुछ भी हो, നീ ക്ഷീണിച്ച് കിടക്കുമ്പോഴായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്. जब तू कमजोर के गिरा हुआ है, उस समय वो एकदम तेरे पास रहते നീ हैं. മുറിവേറ്റൊരു പട്ടാളക്കാരനാണെങ്കിൽ तू घाव खाया हुआ एक सैनिक है, ആ तो സമയത്തായിരിക്കാം उस समय में ഈ होगा പരിശുദ്ധാത്മാവിന്റെ കരത്തിന്റെ സ്പർശനം മറ്റെപ്പോഴത്തെക്കാൾ അധികമായി അനുഭവിക്കുന്നത്. उस समय तू पवित्र आत्मा का जो स्पर्श है पहले से सबसे ज्यादा महसूस പറഞ്ഞാട്ടെ, करेंगे. നമുക്ക് എല്ലാവർക്കും സഹായം ആവശ്യമാണ്. बोलो, हम सबको एक मदद का जरूरत है. സഹായത്തിന് വേണ്ടി എന്ത് ചെയ്യണം? सहाय मदद के लिए क्या करना है? ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है, കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്ത് कृपा के വരണം. सिंहासन के पास आ, സഹായത്തിന് വേണ്ടി सहायत के लिए, കൃപാസനത്തിന്റെ അടുക്കലേക്ക്. मदद के लिए सहाय. कृपा का കൃപാസനം सिंहासन എവിടെയാ के पास. പ്രിയമുള്ളവരെ? कृपा का सिंहासन किसके लिए है? കൃപാസനം ആക്ഷരികമായ ഒരു സ്ഥലമാണോ? वो हकीकत में एक जगह है क्या? കൃപാസനം എവിടെയാണ്? कि कृपा का सिंहासन किधर എങ്ങനെയാണ് है? കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുന്നത്? कैसे कृपा का सिंहासन के पास जाएंगे? നമുക്കെല്ലാം സഹായം ആവശ്യമായതുകൊണ്ട് हम सबको मदद चाहिए कहेंगे, കൃപാസനത്തിലേക്കുള്ള വഴി നാം അറിഞ്ഞേ പറ്റത്തുള്ളൂ. तो कृपा का सिंहासन का जो मार्ग है हमें जानना ही ഒരു चाहिए. കാലത്ത് കൃപാസനത്തിലേക്കുള്ള വഴി മറഞ്ഞു കിടന്നതാ കേട്ടോ. एक समय कृपा का सिंहासन का जो मार्ग है वो छुप के पड़ा था. എബ്രായ ലേഖനം പറഞ്ഞത്, इब्राहिम के वचन में ക്രിസ്തു कहता തന്റെ है ദേഹമെന്ന തിരശീല ചിന്തിയതിലൂടെ कि यीशु मसीह ने अपना शरीर जो फाड़ा उसके द्वारा കൃപാസനത്തിലേക്കുള്ള വഴി വെളിപ്പെടുത്തി. कि कृपा का सिंहासन का जो मार्ग प्रकट करके യേശുവിന്റെ दिया. ശരീരം നമുക്കായി ചീന്തിയത് കൊണ്ട് यीशु का शरीर हमारे लिए थोड़ा गया. കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലാനുള്ള വഴി നമുക്ക് മനസ്സിലായി. कृपा का सिंहासन के पास जाने का मार्ग हमें पता चला. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, उसका अर्थ क्या है? യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ് നിനക്ക് ദൈവത്തിന്റെ കൃപയുടെ സിംഹാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള വഴി വെളിപ്പെട്ട് കിട്ടിയത്. उसका अर्थ है कि यीशु मसीह सूली के मृत्यु के द्वारा वही मार्ग से तुझे पिता के पास जाने का मार्ग मिला है. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, यीशु के लहू से जो उद्धार पाया നീ बच्चों, മുട്ടുകുത്തുന്നിടത്ത് तू जहाँ घुटने टेकता है സ്വർഗ്ഗം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുക. विश्वास करो वहाँ स्वर्ग उतर നീ आएगा. മുട്ടുകുത്തുന്നിടത്ത് जहाँ तू घुटना टेकेगा കൃപാസനം ഇറങ്ങി വരുമെന്ന് कृपा വിശ്വസിക്കുക. का सिंहासन उतर आएगा. विश्वास പഴയ कर. കാലത്ത് पुराना नियम में പ്രശ്നങ്ങൾ വരുമ്പോൾ जब समस्या आता to था, get encouraged, एक हौसला पाने के लिए, मदद मिलने के लिए सहाയം കിട്ടാനായിട്ട് നിനക്ക് അങ്ങോട്ട് പോകണമായിരുന്നു. तुझे उसके पास जाना था. എങ്ങോട്ട് പോകണമായിരുന്നു? कहाँ जाना था? 84 സങ്കീർത്തനക്കാരൻ എഴുതി. 84 भजन संहिता में लिखता है. ഹല്ലേലൂയ. 84 സങ്കീർത്തനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? भजन संहिता 84 में क्या कहा है? ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, बल तुझ में जो रखा है वो भाग्यशाली. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. उनके मन में सियोन की ओर जाने का रास्ता है. സിയോന്റെ പ്രത്യേകത എന്താ? सियोन का खासियत क्या है? ആശ്ചര്യമായി ജെറുസലേം പട്ടണം कि हकीकत में जेरूशलेम जो मंदिर, പ്രത്യേകത എന്താ? उसका खासियत क्या है? അവിടെയാണ് ദൈവത്തിന്റെ സിംഹാസനമുള്ള ആലയമുള്ളത്. वहाँ है परमेश्वर का सिंहासन का जो मंदिर है. ആ വാക്യത്തിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാ. उसका अर्थ इस प्रकार है, ഹല്ലേലൂയ. ബലം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ അറിയുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. जो बल परमेश्वर से प्राप्त करना जो जानते हैं वो ബലം इंसान. എവിടെ നിന്നാണ് പ്രാപിക്കുന്നതെന്ന് അറിയുന്ന മനുഷ്യൻ, बल कहाँ से प्राप्त करते हो जानने वाला इंसान, അവന് സിയോനിലേക്ക് പോകാനുള്ള വഴി അറിയാം. उसको सियोन की ओर जाने का मार्ग पता കാരണം है. സിയോനിൽ നിന്നാണ് ബലം പ്രാപിക്കുന്നത്. क्योंकि सियोन से है जो बल प्राप्त പഴയ है. നിയമ ഭക്തൻ അറിയാം पुराने नियम के भक्त को जानता है ജെറുസലേമിലേക്കുള്ള ഹൈവേ, कि जेरूशलेम के जो हाईवे है അവിടെ ചെന്ന് ബലം പ്രാപിക്കാൻ അവൻ അറിയാം. उसको पता है वहां जाके बल पाने के അതാണ് लिए. 84 സങ്കീർത്തനക്കാരൻ പറയുന്നത്. इसके लिए भजन संहिता में कहा, പണ്ട് യഹൂദന്മാർക്ക് पहले यहूदियों को ബലം പ്രാപിക്കുവാൻ बल पाने के लिए ബലത്തിന്റെ പെട്ടകമുള്ള, ഹല്ലേലൂയ, बल का जो संदूक है, വേദപുസ്തകം എന്താ പറയുന്നത്? ബലത്തിന്റെ പെട്ടകം അല്ലേ? वचन कहते हैं बल का संदूक, ബലത്തിന്റെ പെട്ടകമുള്ള ജെറുസലേമിലേക്ക് कि പോകണമായിരുന്നു. बल का संदूक जो है जेरूशलेम में പക്ഷേ जाना था. പുതിയ നിയമ ഭക്തനെ लेकिन സംബന്ധിച്ചിടത്തോളം नया नियम के भक्त के യേശു लिए തന്റെ ദേഹമെന്ന തിരശീല ചിന്തി ഒരു പുതിയ വഴി തുറന്നിരിക്കുക. यीशु ने अपने शरीर को तोड़ के एक नया मार्ग बनाया ആ है. വഴിയിലൂടെ അവൻ പ്രവേശിച്ചാൽ उस मार्ग से अगर वो प्रवेश करेगा, സിയോൻ അവന്റെ മുറിക്കകത്ത് ഇറങ്ങി വരുമെന്ന്. आमीन आमीन आमीन, सियोन उसके कमरे में उतर आएगा. ഹല്ലേലൂയ. ബലത്തിന്റെ പെട്ടകം അവന്റെ മുറിക്കകത്ത് ഇറങ്ങി बल വരുമെന്ന്. का संदूक उसके कमरे में उतर आएगा. അനുഗ്രഹത്തിന്റെ സിംഹാസനം, കൃപയുടെ സിംഹാസനം അവന്റെ മുറിക്കകത്ത് ഇറങ്ങി വരുമെന്ന്. अनुग्रह का सिंहासन
का सिंहासन जो है उसके कमरे में उतर आएगा। കൃപയുടെ സിംഹാസനം അന്വേഷിച്ച് നീ എങ്ങും പോകണ്ട. अनुग्रह का सिंहासन ढूंढ के तुझे किधर नहीं जाना है। യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവ പൈതലേ, यीशु के लहू से धुलाया हुआ परमेश्वर के बच्चों, കൃപയുടെ സിംഹാസനം നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരുമെന്ന്. अनुग्रह का सिंहासन तेरे कमरे में उतर आएगा। നിങ്ങൾക്കറിയാമോ आपको जानता ഈ है കൃപാസനം എവിടെ ഇരിക്കുന്നുണ്ട്? एक कृपासन कहाँ बैठता है? പെട്ടകത്തിന്റെ മണ്ടയ്ക്ക് അല്ലേ? क्यों संदूक के ऊपर। ഹലോ, സമാഗമന കൂടാരത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിന്റെ അകത്ത് ഒരു പെട്ടകമുണ്ട്, അതിപരിശുദ്ധ സ്ഥലത്തെ. मेल मिलाप का तंबू में जेरूशलेम मंदिर के अंदर एक संदूक है। ആ പെട്ടകത്തിന്റെ മുകളിലാ കൃപാസനം ഇരിക്കുന്നത്. उस संदूक के ऊपर है कृपा का सिंहासन है। ആ പെട്ടകത്തെ വേദപുസ്തകം വിളിച്ച പേരെന്താണെന്നറിയാമോ? उस संदूक को वचन में क्या कहता है? നാലാഴ്ച മുമ്പ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതാണ്. कुछ हफ्ते पहले हमने वचन संहिता में पढ़ा ബലത്തിന്റെ പെട്ടകം. कि बल का संदूक। എന്തുകൊണ്ടാ ബലത്തിന്റെ പെട്ടകം എന്ന് क्यों വിളിച്ചത്? बल का संदूक? ജനത്തിന്റെ ബലം ആ പെട്ടകമാകട്ടോ. इन लोगों का बल जो है संदूक है। ജനത്തിന്റെ അനുഗ്രഹം ആ പെട്ടകമാകട്ടോ. लोगों का आशीष वो संदूक है। എന്റെ നിന്റെയും അനുഗ്രഹം, എന്റെ നിന്റെ വിക്ടറി ആ പെട്ടകമാകട്ടോ. कि मेरा और तुम्हारा आशीष, मेरा और तुम्हारा जय उस संदूक है। യോർദാൻ വഴി മാറിയത് ആ പെട്ടകത്തിന്റെ മുമ്പിലാകട്ടോ. योर्दान जो रास्ता हटा वो संदूक के सामने। ശത്രുവിന്റെ കോട്ടകൾ വീണത് ആ പെട്ടകത്തിന്റെ മുമ്പിലാകട്ടോ. शत्रु का जो दीवार गिरा वो संदूक के सामने। അതിൽ നിന്നാണ് നാം ബലം പ്രാപിക്കുന്നത് കേട്ടോ. उसमें से हम बल पाते हैं। ആരാണ് ബലത്തിന്റെ പെട്ടകം എന്നറിയാമോ? कौन है वो बल का संदूक? യേശു ക്രിസ്തു. यीशु मसीह, അവനാണ് നമ്മുടെ ബലത്തിന്റെ പെട്ടകം. वो है हमारा बल का संदूक। Jesus is our ark of covenant. कि यीशु मसीह हमारा बल का संदूक। യേശുവാണ് നമ്മുടെ ബലത്തിന്റെ പെട്ടകം. यीशु है जो हमारा बल का संदूक। ഹല്ലേലൂയ. हालेलुया। എത്ര പേർ കേൾക്കുന്നുണ്ട്? कितने लोग सुन रहे हैं? എത്ര പേർ കേൾക്കുന്നുണ്ട്? कितने लोग सुन रहे हैं? ബലത്തിന്റെ പെട്ടകം നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരുമെന്ന്. बल का संदूक तेरे कमरे में उतर आएगा। വിശ്വാസത്തോടെ മുഴങ്കാൽ മടക്കിയാൽ हालेलुया। ബലത്തിന്റെ विश्वास के പെട്ടകം. साथ तू घुटने टेक। ഓ, സങ്കീർത്തനക്കാരൻ എന്താ പാടിയത്? भजन संहिता में वो क्या നിന്റെ गाता है? ബലത്തിന്റെ പെട്ടകവുമായി നീ എഴുന്നള്ളണമേ. तू तेरे बल के संदूक के साथ तू ഇന്ന് പകൽക്കാല उतर आ। ആരാധന നടുവിൽ ഒന്ന് പാടിക്കാട്ട്, പ്രാർത്ഥിച്ചാട്ട്. ഹർഷകമാന, എന്റെ ബലത്തിന്റെ പെട്ടകം ഇവിടെ ഒന്ന് ഇറങ്ങി വരണം. कि आज इस आराधना हम भी भावे कि परमेश्वर तेरे बल का संदूक आज यहाँ उतर आए। പെട്ടകം ആരാണ്? संदूक कौन है? പെട്ടകം യേശു ക്രിസ്തുവാണ്. संदूक जो है यीशु मसीह है। ഹല്ലേലൂയ. പെട്ടകം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഒന്ന് ഇറങ്ങി വരട്ടെ. कि संदूक आज के दिन हमारे അപ്പൊ നിങ്ങൾ പെട്ടകം അന്വേഷിച്ചു പോകണ്ട. हमें जो संदूक ढूंढ के नहीं जाना നിങ്ങൾ है। കൃപാസനം അന്വേഷിച്ചു പോകണ്ട. कृपा का सिंहासन ढूंढ के നിങ്ങൾ नहीं जाना മുഴങ്കാൽ है। മടക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു സിംഹാസനം. तू जहाँ घुटने टेकते हैं वहाँ उतर आता है वो संदूक। നിങ്ങൾ മുഴങ്കാൽ മടക്കുന്നിടത്ത് ഇറങ്ങുന്ന ഒരു ബലത്തിന്റെ പെട്ടകം. तू जहाँ घुटने टेकते हैं वहाँ कृपा का सिंहासन उतर आता है। ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. जो बल तुझ में ढूंढता है वो അവന് വഴി भाग्यशाली। അറിയാവുന്ന. उसे मार्ग मालूम നമുക്ക് വഴി है। അറിയാമോ? क्या तुझे मार्ग യേശു पता തന്റെ है? ദേഹം എന്ന തിരശീലയുടെ ഒരുക്കിയ പുതിയ വഴി നിങ്ങൾക്കറിയാമോ? यीशु का शरीर तोड़ने से जो खोला हुआ नया मार्ग तुझे पता है അത് क्या? പുതിയ നിയമത്തിന്റെ വഴിയാ. वो नया नियम का मार्ग है। പഴയ നിയമത്തിന്റെ വഴി ഒത്തിരി വ്യത്യാസമാ. कि पुराने नियम के मार्ग से बहुत अलग പഴയ है। നിയമത്തിന്റെ വഴി पुराने नियम का जो मार्ग കർമാനുഷ്ഠാനങ്ങളുടെ വഴിയായിരുന്നു. वो रिचुअल्स का एक रीति रिवाज का मार्ग था। അത് ചെയ്ത് ചെയ്ത് ആളുകൾ वो ക്ഷീണിക്കുമായിരുന്നു. कर करके लोग थक गए। ഭയമുണ്ടായിരുന്നു. उसे भय था। ഓ ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ വഴി नया नियम का मार्ग വളരെ വ്യത്യസ്തമാകട്ടോ. एकदम अलग है। हमें ഹല്ലേലൂയ. കർമാനുഷ്ഠാനങ്ങളുടെ വഴിയല്ല. उसमें कोई रीति रिवाज का मार्ग नहीं है। എനിക്കായി നിനക്കായി തകർക്കപ്പെട്ട യേശു കർത്താവിന്റെ വിരിമാറിലൂടെ പിളർക്കപ്പെട്ട മാർവിലൂടെ തുറക്കപ്പെട്ട വഴി. ഹല്ലേലൂയ. यीशु मसीह का शरीर को तोड़ा जो गया उसके द्वारा जो खोला हुआ मार्ग ആ है। വഴിയിലൂടെ വിറച്ചുകൊണ്ടല്ല, उस मार्ग में से हम कांप के नहीं। ധൈര്യത്തോട് കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ. उस ആമേൻ. मार्ग में से हम धैर्य के साथ कृपा का കൃപാസനം सिंहासन में അന്വേഷിച്ചു जाते हैं। പോകുകയല്ല. उसे ढूंढ के नहीं जा रहे हैं। നിനക്കറിയാം യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടത് കൊണ്ട് यीशु के लहू से हम शुद्ध हुए इसके लिए। മുഴങ്കാൽ മടക്കുന്നിടത്ത് तू जहाँ घुटने टेकता है പെട്ടകം ഇറങ്ങി വരും. वह संदूक उतर आएगा। കൃപാസനം ഇറങ്ങി വരും. कृपा का सिंहासन അവിടെ उतर നിന്ന് നീ आएगा। ബലം പ്രാപിക്കും. वहां से तू बल पाएगा। ഹല്ലേലൂയ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിയിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിയിടും ഞാൻ ഉലകിൽ. ഏറ്റമുറപ്പുള്ള മാറാവിടമാണെനിക്കൻ പ്രിയൻ, ചാരിയിടും ഞാൻ അവനിൽ. ഏറ്റമുറപ്പുള്ള മാറാവിടമാണെനിക്കൻ പ്രിയൻ, ചാരിയിടും ഞാൻ അവനിൽ.
അല്ലലകിൽ എന്റെ അല്ലലകിലാവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ എന്റെ അല്ലലകിലാവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ. हालेलुया കർത്താവാണ് എന്റെ ബലം, परमेश्वर है मेरा बल, എന്റെ ബലത്തിന്റെ പെട്ടകം. मेरा बल का जो ഞാൻ संदूक, മുഴങ്കാൽ മടക്കുന്നിടത്ത് ഇറങ്ങി വരും. मेरा बल का संदूक जहां मैं घुटने टेकते वहां उतर आएगा. എവിടേക്കാണ് നാം അടുത്ത് വന്നിരിക്കുന്നത്? कहां हम पास आए हैं, എവിടേക്കാണ് നാം അടുത്ത് വന്നിരിക്കുന്നത്? कहां हम पास आए എല്ലാവരും हैं. പറഞ്ഞാട്ട് കൃപാസനത്തിന്റെ അടുക്കലേക്ക്. सभी लोग मुंह खोल के बोले कृपा का सिंहासन के पास. എവിടേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്? कहां आप आए हैं. എബ്രായ ലേഖനത്തിൽ ഈ ചോദ്യം ലേഖനകർത്താവ് ചോദിച്ചു. कि इब्राहिम में इस प्रकार के सवाल पूछा, നിങ്ങൾ എവിടേക്കാണ് അടുത്ത് വന്നിരിക്കുന്നത്? आप कहां आए हैं. എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായം हिब्रू चैप्टर 12 18-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, उसके 18 आयत से जब पढ़ते എബ്രായ हैं, 12:18 മുതൽ വായിക്കുമ്പോൾ, ഒന്ന് വായിച്ചേ. देखो, നിങ്ങൾ അവിടെ അല്ല വന്നിരിക്കുന്നതെന്ന്. तुम लोग वहां पे नहीं आए हैं. എവിടെയല്ല വന്നിരിക്കുന്നത്? कहां पे नहीं आया है. തീ കത്തുന്ന പർവ്വതത്തിന്റെ അടുക്കൽ, जहां आग जलने वाला पहाड़ के पास, മേഘം, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം, ഇതിന്റെ ഒന്നും അടുക്കലല്ല നിങ്ങൾ आप मेघ വന്നിരിക്കുന്നത്. जो अंधकार अंधेरे से छाया हो जो पहाड़ उसके सबके पास नहीं आए हैं. ഈ അനുഭവം അനുഭവിച്ചവർ ये जो अनुभव पाया हुआ लोग हैं, ഭയന്ന് വിറച്ചു. वो जो अनुभव पाया वो कांपने ദൈവം लगे. ഇറങ്ങി വന്നപ്പോൾ जब परमेश्वर उतर आया അവർക്ക് ഒട്ടും സന്തോഷം തോന്നിയില്ല. उन्हें कोई आनंद नहीं आया, അവര് പേടിച്ചു. वो डर गए. ദൈവം സംസാരിച്ചപ്പോൾ जब परमेश्वर ने बातें किया, അവര് പറഞ്ഞു, उन्होंने कहा, അയ്യോ ആ വാക്ക് കേൾക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല കേട്ടോ. बोलो वो शब्द हम नहीं सुन ഇനി सकते, ഞങ്ങളോടൊന്നും സംസാരിക്കരുത്. अभी हमसे कुछ बातें मत करो. ഇനി എന്താ अब क्या അടുത്തായിട്ട് എഴുതിയിരിക്കുക? आगे लिखा है, മനുഷ്യൻ പോയിട്ട് ഒരു മൃഗമെങ്കിലും ആ പർവ്വതം തൊട്ടാൽ इंसान तो दूर की बात, अगर कोई जानवर भी उस पहाड़ को അവനെ छुए കല്ലെറിയണം, उसे पत्थर मारना है, കൊന്നുകളയണം. उसे मार डालना है. മോശയ്ക്ക് പോലും കണ്ടിട്ട് പേടിയായി. मूसा को भी देख के डर रहे हैं. നിങ്ങൾ ആ പർവ്വതത്തിന്റെ അടുക്കലേക്ക് അല്ല വന്നിരിക്കുന്നത്. आप उस पहाड़ के पास नहीं आए ഏതാണ് हैं. പർവ്വതം? कौन सा है वो पहाड़? ഹല്ലേലൂയ, സീനായി പർവ്വതം. वो सीनाई पहाड़. നിങ്ങൾ വന്നിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന സീനായി പർവ്വതത്തിന്റെ आमेन, അടുക്കലേക്കല്ല. आमेन, आमेन. आप जो आया है भयभीत देने वाले सीनाई पहाड़ पे नहीं. പഴയ നിയമത്തിൽ पुराना नियम में ഭയത്തോടു കൂടെ മാത്രമേ അടുക്കാൻ ഒക്കത്തുള്ളൂ कि കേട്ടോ. पुराना नियम भय के साथ ही आ മോശ सकते थे. പോലും വിറച്ചു പോകുകയാ. मूसा भी कांपता था. പർവ്വതം തൊട്ടാൽ നീ നഷ്ടപ്പെടും. ഹല്ലേലൂയ. अगर पहाड़ को छुआ तो तू नष्ट होगा. ഇബ്രായ ലേഖനകർത്താവ് പറയുക, इब्राहिम में कहता है, നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത് आप जो पास आए ആ हैं സീനായുടെ അടുക്കലേക്കല്ല. हाँ, उस सीनाई के पास പിന്നെ नहीं. എവിടേക്കാണ് നിങ്ങൾ അടുത്ത് फिर कहाँ पे आए हैं? വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നു, अगले आयत में कहते हैं, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരുടെ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. आप कहाँ पे आए हैं कि जो स्वर्ग में जिसका नाम लिखा गया हाबेल के लहू से भी उत्तम बात करने वाला, हाँ। वो उसकी लहू के पास നിങ്ങൾ आप आए हैं. വന്നിരിക്കുന്ന ആരുടെ അടുക്കലേക്കാ? आप किसके पास आए हैं? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കലേക്ക്. कि नया नियम का जो मीडिएटर यीशु मसीह के पास, പഴയ നിയമത്തിന്റെ മധ്യസ്ഥന്റെ അടുക്കലേക്കല്ല. कि पुराना नियम के मध्यस्थ के पास नहीं, പഴയ നിയമത്തിന്റെ ആരാധനയിലേക്കല്ല. पुराना नियम के आराधना में नहीं, പഴയ നിയമത്തിന്റെ സീനായിലേക്കല്ല. पुराना नियम के सीनाई पे नहीं, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശുവിന്റെ അടുക്കലേക്ക്. कि नया नियम के मध्यस्थ जो यीशु मसीह के ആ पास, കൃപയുടെ സിംഹാസനത്തിന്റെ അടുക്കലേക്ക്. उस अनुग्रह के ആ सिंहासन के पास, ബലത്തിന്റെ പെട്ടകത്തിന്റെ उस അടുക്കലേക്ക്. बल के संदूक के पास. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ हाबेल के लहू से അടുക്കലേക്ക്. भी उत्तम से बात करने वाला लहू. ഇതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या ഹാബേലിന്റെ है? രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. हाबेल के लहू से उत्तम बातें करता है. ലോകത്തിൽ ആദ്യം വീണ രക്തം ഹാബേലിന്റെ രക്തമാണ്. कि दुनिया में पहला जो गिरा हुआ लहू आबेल का है. ആ രക്തം എന്താ ചെയ്തത്? वो लहू क्या किया? ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. उल्पत्ति में कहता है, ആ രക്തം നിലവിളിച്ചു. वो पुकारा. ഹാബേലിന്റെ രക്തം നിലവിളിച്ചു.
हाबेल का जो लहू है वो എന്താ पुकारा, നിലവിളിച്ചത്? പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചു. वो बदले के लिए पुकारा। എന്റെ സഹോദരൻ എന്നെ കൊന്നു, मेरे भाई ने मुझे मारा, എന്നെ വിടരുതെന്ന് ആ രക്തം ദൈവത്തോട് നിലവിളിച്ചു. क्यों लहू पुकार അവനെ के വിടരുത്. उसे छोड़ना नहीं। ഹാബേലിന്റെ രക്തം നിലവിളിക്കുക പ്രതികാരത്തിന് വേണ്ടി. कि हाबेल का जो लहू है पुकार रहे, रो रहे बदले के പക്ഷെ लिए। ഇവിടെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം. लेकिन यहाँ हाबेल के लहू से भी बेहतरीन अच्छा बात करने वाला एक लहू। യേശുവിന്റെ രക്തം എന്താ പറയുന്നത്? यीशु के लहू क्या कहता है? आमीन। അറിയാമോ? यस, ഈ വചനം വെച്ചോണ്ട് ഞാൻ ഒരു വചനവെളിപ്പാട് പറയുക. आपको पता है इस वचन को रख के एक प्रकाशन कहता है। ഹാബേലിന്റെ രക്തം സംസാരിച്ചു, हाबेल का जो लहू है बातें किया, യേശുവിന്റെ രക്തവും സംസാരിക്കും. यीशु का लहू भी बातें करता है। ഹാബേൽ രക്തം സംസാരിച്ചു, हाबेल का लहू से बातें किया, കൊന്നവനെതിരായി സംസാരിച്ചു, जो मारा उसके विरुद्ध में बात किया, മനുഷ്യവർഗത്തിനെതിരായി സംസാരിച്ചു, इंसान के विरुद्ध में बात किया, പ്രതികാരത്തിനായി സംസാരിച്ചു. बदले के लिए बात किया। പക്ഷെ യേശുവിന്റെ രക്തം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. यीशु का लहू आज भी बातें എന്താ करता है। സംസാരിക്കുന്നതെന്ന് क्या അറിയാമോ? बातें करता है? ഈ രക്തത്താൽ മകനെ മകളെ നിനക്ക് സൗഖ്യമുണ്ട്. इस लहू से बेटा बेटी तुझे चंगाई है। ഈ രക്തത്താൽ നിന്റെ ശാപം മാറുമെന്ന്. इस लहू से तेरा शानदार ഈ शाप രക്തത്താൽ बदल നിന്റെ जाएगा। പാപം इस ശുദ്ധീകരിക്കപ്പെടുമെന്ന്. लहू से तेरा पाप को शुद्ध हुआ है। ഹല്ലേലൂയ. हालेलुया। ഗുണകരമായി സംസാരിക്കുന്ന രക്തം. उत्तम बातें करने वाला लहू। അൽക്കശകബനരഗദൽ കടകശാന്തനെ. അവനാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. वो है हमारा പെസഹ മേമന. पेशहा का मेमना। അവനാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. वो है हमारा पेशहा का मेमना। നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. हमारा पेशा का जो मेमना है काटा അത് गया है। അതാരാ? वो कौन है? പറഞ്ഞാട്ടെ, അത് ക്രിസ്തു തന്നെ എന്ന വേദപുസ്തകം वो എഴുതിയിരിക്കുന്നത്. वचन कहते हैं मसीह है। നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. हमारा पेशा का मेमना काटा गया। പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? पेशा का मेमना काटा गया, इसलिए क्या ആ हुआ? കുഞ്ഞാടിന്റെ രക്തത്താൽ उस लहू मेमने के लहू से ആദ്യജാതന്മാരെല്ലാം രക്ഷപ്പെട്ടെന്ന്. ഹല്ലേലൂയ. पूर्वजों सब उद्धार पाए। ആ പഹലോട്ടോ ഹല്ലേലൂയ. पहलोटे എല്ലാം രക്ഷപ്പെട്ടെന്ന്. सभी लोग उद्धार ആരുടെ पाए। പഹലോട്ടമാ? किसके पहलोटे? ഇസ്രായേൽ മക്കളുടെ ഒറ്റ കൂടാരത്തിൽ ഒരു ആദ്യജാതനും നഷ്ടപ്പെട്ടില്ല. इस्राएल के तंबू में कोई भी व्यक्ति नष्ट नहीं हुआ। എന്ത് കാരണത്താൽ? किस कारण? എന്ത് കാരണത്താൽ? किस कारण? കുഞ്ഞാടിന്റെ രക്തം मेमने के लहू से। കട്ടളക്കാൽമേലും കുറുമ്പടിമേലും തളിച്ചിരിക്കുക. जहां भी उन्होंने वो लहू लगाया। നിങ്ങൾക്കൊരു സത്യം അറിയാമോ? आपको एक सत्य पता है? പഹലോട്ട ആദ്യജാതൻ ये पहलोटा जो पहला है ആരുടേതാണെന്നറിയാമോ? किसका है? ആരുടേതാ? എല്ലാരും ഉറച്ചു കൊടുത്താട്ടെ. परमेश्वर। ദൈവത്തിൻ്റെതാ. ആദ്യജാതൻ ദൈവത്തിൻ്റെതാ. पहलोटा जो है परमेश्वर का है। ഹലോ, ആദ്യജാതൻ ആരുടെയാണ്? पहलोटा किसका है? ദൈവത്തിൻ്റെതാണ്. परमेश्वर का। ഞാൻ വീട്ടിലെ ആദ്യജാതനാ. पास्टर घर का पहला है। ഞാൻ ദൈവത്തിൻ്റെതായി. पास्टर परमेश्वर का है। ആദ്യജാതന്മാരൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവത്തിൻ്റെതായിരിക്കണം കേട്ടോ. कि पहलोटा जो कहीं ना कहीं रूप से परमेश्वर का होना चाहिए। അതുകൊണ്ട് ഇളയവർക്ക് അവകാശം ഇല്ലെന്നല്ല. इसके लिए छोटों को हक नहीं है ചില बोल के नहीं। കുടുംബത്തിലെ कुछ कुटुंब में ആദ്യജാതന്മാരെ മാറ്റിയിട്ട് ദൈവം ഇളവരെ ഉപയോഗിച്ചിട്ടുണ്ട്. कि कुछ कुटुंब में पहला ओटा को हटा के दूसरे को उपयोग किया है। ഹല്ലേലൂയ. ലേവി അങ്ങനെ ഒരു ഗോത്രമാ. लेवी वैसे एक गोत्र था। ആദ്യജാതനല്ലായിരുന്നു. वो പഹലോटा नहीं था। പക്ഷെ ദൈവം അവനെ സ്പെഷ്യൽ ആയിട്ട് തെരഞ്ഞെടുത്തതാ. लेकिन परमेश्वर स्पेशल അപ്പൊ അതുകൊണ്ട് രണ്ടാമനാണോ മൂന്നാമതിനാണോ ഒന്നും സങ്കടപ്പെടണ്ട. കർത്താവിന് വേണ്ടി സമർപ്പിച്ചാൽ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കും. इसके लिए पहला दूसरा तीसरा सोचो मत। अगर परमेश्वर के लिए समर्पण होता है तो परमेश्वर ആദ്യജാതൻ इस्तेमाल करेगा। യഹോവയ്ക്കുള്ളതാ. पहलोटा जो है परमेश्वर के लिए है। യഹോവയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് कि परमेश्वर के लिए जो उपयोग होना है। അവനെതിരെ സംഹാരദൂതന്റെ വാള് വരുമ്പോൾ उसके विरुद्ध में जब स्वर्गदूत का जब तलवार രക്തം आ रहा था, അടയാളപ്പെടുത്തി അവനെ വിടുവിച്ച് പുറത്തു कि കൊണ്ടുവന്നതാ. लहू का निशाना देके उसे बाहर लाया। ഇന്ന് आमीन। ആദ്യജാതന്മാർ ജീവിക്കുന്നതിന്റെ കാരണം कि जो पहलोटा जीने का कारण കുഞ്ഞാടിന്റെ രക്തമാണ്. कि लहू मेमने का लहू है। കുഞ്ഞാടിന്റെ രക്തമാണ്. मेमने का लहू ഈ है। രക്തം എതിരായി സംസാരിക്കുന്ന രക്തമല്ല. ये जो लहू है विरुद्ध में बात करने वाला नहीं है। ഈ രക്തം പ്രതികാരത്തിന്റെ രക്തമല്ല. ये जो लहू है बदले का लहू नहीं है। കൂടാരവാതിക്കൽ വാളം പിടിച്ചു നിൽക്കുന്ന സംഹാരദൂതനോട് ये जब കൂടാരവാതിക്കൽ വാളം പിടിച്ചു तंबू के നിൽക്കുന്ന पास जब तलवार लेके जब दूध कड़ा रहता है, സംഹാരദൂതനോട് जो नाश करने वाला ഈ दूध को വീട്ടിൽ കേറല്ലെന്ന് പറഞ്ഞ്, इस घर में प्रवेश नहीं करना ഈ बोल के, വീട്ടിൽ കേറല്ലെന്ന് പറഞ്ഞ് इस घर में प्रवेश नहीं करना बोल നിനക്ക് के, വേണ്ടി സംസാരിക്കുന്ന ഒരു രക്തം हालेलुया, मेरे लिए जो बातें करने वाला നിന്റെ കൂടാരവാതിക്കൽ तेरे तंबू के पास സംഹാരദൂതൻ വന്ന് നിൽക്കുകയാ. किस नाश करने वाला दूध आके പക്ഷേ खड़ा है। കട്ടള കാലിന്മേലുള്ള കുറുമ്പടി മേലുള്ള യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി സംസാരിക്കുകയാ. वहाँ जो तूने लगाया मेमने का जो यीशु का लहू है, उसके എന്താ लिए बातें करते हैं। സംസാരിക്കുന്നതെന്ന് അറിയാമോ? क्या बातें करते हैं? ഈ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. इस घर में तू प्रवेश
नहीं कर എന്തുകൊണ്ട് सकते, കയറാൻ പറ്റത്തില്ല? क्यों प्रवेश नहीं कर सकता? ഇത് യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട വീടാ. ये जो घर है यीशु के लहू से मुद्रा पाया हुआ है. നമ്മുടെ പെസഹ കുഞ്ഞാടോ അറുക്കപ്പെട്ടിരിക്കുന്നു. हमारा मेमने का लहू जो है काटा गया है, അത് ക്രിസ്തു തന്നെ. वो मसीह है, That is Jesus Christ. वो है यीशु मसीह. Hallelujah. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തം तेरे लिए बात करने वाला लहू പ്രതികാരത്തിന് വേണ്ടിയല്ല, बदले के लिए नहीं, നിനക്കെതിരെ വരുന്ന വാളിനെ മാറ്റാൻ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തം. हालेलुया, तेरे विरुद्ध जो तलवार आते हैं उस तलवार को हटाने के लिए बात करते ആ हैं. രക്തപ്രതികാരകൻ നിനക്കെതിരെ വരുമ്പോൾ, कि जब बदला जब तेरे विरुद्ध में आता है, രക്തത്തിന്റെ പ്രതികാരമെടുക്കാൻ നിനക്കെതിരെ വരുമ്പോൾ, लहू का बदला जब तेरे विरुद्ध में आता ഹർഷകമാണ് है, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തം. तेरे लिए बात करने वाला लहू, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. हाबेल के लहू से भी उत्तम बात करने The वाला blood लहू, which speaks in your favor. वो लहू Hallelujah. जो तेरे लिए നിനക്ക് बात വേണ്ടി करता है, സംസാരിക്കുന്ന രക്തം. तुम्हारे Hallelujah. लिए बात करने वाला എല്ലാവരും लहू. പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് आज सब लोग बोले, मैं आज जो आया है ഹാബേലിന്റെ രക്തത്തിന്റെ അടുക്കലല്ല, हाबेल के लहू के पास नहीं, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് मैं जो आया है സീനായ് പർവ്വതത്തിന്റെ അടുക്കലല്ല, सीनाई पहाड़ के पास नहीं, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് आज जो मैं आया है, പർവ്വതം തൊട്ടാൽ കല്ലറിയും എന്ന് പറയുന്ന പ്രമാണത്തിന്റെ അടുക്കലല്ല, आमीन, हालेलुया, मैं उस वाचा के पास नहीं आया है कि पहाड़ को छुएगा तो पत्थर ഞാൻ ഇന്ന് मारूंगा. വന്നിരിക്കുന്നത് आज जो मैं आया हूँ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥന്റെ യേശുവിന്റെ അടുക്കലേക്കാണ്. नया नियम का मध्यस्थ जो यीशु मसीह के पास है, എനിക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ അടുക്കലേക്കാണ്. मेरे लिए बात करने वाला यीशु के लहू के पास है. Oh, the blood is speaking for you. जो लहू हमारे लिए बातें करते The हैं, blood of Jesus. यीशु मसीह The का blood लहू, of Jesus. यीशु मसीह The का blood लहू, of Jesus is यीशु मसीह speaking का for लहू, you. यीशु मसीह का लहू हमारे लिए बातें करते हैं. യേശുവിന്റെ രക്തം എന്താ സംസാരിക്കുന്നതെന്ന് यीशु के അറിയാമോ? लहू क्या बात करते हैं? യേശു പറഞ്ഞു, यीशु ने कहा, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ये जो कर रहे क्या है इन्हें पता नहीं, അവരോട് ക്ഷമിക്കണമേ. उन्हें माफ करना. യേശുവിന്റെ രക്തം പറയുക, यीशु का लहू कहता है ഇവനോട് ക്ഷമിക്കണമേ. इसे माफ करना. യേശുവിന്റെ രക്തം പറയുക, यीशु का लहू कहता है എന്റെ രക്തം ഒഴുകിയത് मेरा जो लहू बहाया ഇവന് है വേണ്ടിയാ, इसके लिए, आमीन, ഇവന് വേണ്ടിയാ. इसके लिए है. അതൽ വംശൽ ഖമന, ഈ രക്തത്താൽ ഇവന് സൗഖ്യമുണ്ടെന്ന്, इस लहू से उसे चंगाई ഈ आता, രക്തത്താൽ ഇവന് വിടുതലുണ്ടെന്ന്, इस लहू से उसे ഈ छुटकारा है, രക്തമുണ്ടെങ്കിൽ ശത്രുവിനെ ഇവനെ തൊടാൻ പറ്റത്തില്ലെന്ന്. इस लहू के वजह से शत्रु इसे छू नहीं सकता है. അതല്ല റംഷൽ ഖമൻ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. सभी लोग प्रार्थना നിങ്ങൾ करें. എവിടെയൊക്കെ വന്നിരിക്കുന്നത്? हम कहाँ पे आए हैं? നിങ്ങൾ എവിടെയൊക്കെ आप വന്നിരിക്കുന്നത്? कहाँ पे आए हैं? ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കലേക്ക്, यीशु के पास, സീനായുടെ അടുക്കലേക്കല്ല നിങ്ങൾ सीना के पास വന്നിരിക്കുന്നത്. नहीं आया വചനം है. പറയുന്നു, वचन कहता है സ്വർഗീയ ജെറുസലേമിന്റെ അടുക്കലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത്. स्वर्गीय जेरूशलेम के पास हम आए हैं. സ്വർഗീയ ജെറുസലേം, स्वर्गीय जेरूशलेम, ഭൂമിയിലെ ജെറുസലേമിലേക്ക് പോകണമെങ്കിൽ, अगर दुनिया पृथ्वी का जेरूशलेम में जाना है ജെറുസലേം तो, ദേവാലയത്തിൽ പോകണമെങ്കിൽ अगर जेरूशलेम में अगर जाना है तो അന്നത്തെ കാലത്ത് നടന്നു പോകണം, അല്ലെങ്കിൽ രഥം പിടിച്ചൊക്കെ പോകണം. उस जमाने या तो चल के जाना या फिर घोड़ा गाड़ी पकड़ के ഇന്നത്തെ जाना കാലത്ത് है. ഫ്ലൈറ്റ് പിടിച്ചു പോകണം. आज के जमाने में फ्लाइट पकड़ के പക്ഷേ जाना ഇവിടെ है. നമ്മൾ വന്നിരിക്കുന്നത് लेकिन आज जो हम आए हैं ഹല്ലേലൂയ, ഭൂമിയിലെ ജെറുസലേമിന്റെ അടുക്കലേക്കല്ല. पृथ्वी का जेरूशलेम में नहीं. എബ്രായർ 12 പറയുന്നു, इब्राहिम 12 कहता है സ്വർഗീയ ജെറുസലേമിന്റെ അടുക്കലേക്ക്. कि स्वर्गीय जेरूशलेम के पास, ഇവിടെ നാം വന്നിരിക്കുന്നത് यहाँ जो हम आए हैं കൈകൊണ്ടുണ്ടാക്കിയ നിയമ പെട്ടകത്തിന്റെ कि അടുക്കലേക്കല്ല. हाथ से बनाया हुआ वाचा का संदूक को नहीं. ഓ, ഇവിടെ നാം വന്നിരിക്കുന്നത് यहाँ जो हम आए हैं കൈകൊണ്ടുണ്ടാക്കിയ അതിപരിശുദ്ധ സ്ഥലത്തേക്കല്ല. हाथ से बनाया हुआ पवित्र जहाँ पे नहीं. ഇവിടെ നാം വന്നിരിക്കുന്നത് यहाँ जो हम आए हैं മനുഷ്യനുണ്ടാക്കിയ കൃപാസനത്തിന്റെ അടുക്കലേക്കല്ല. इंसान ने बनाया हुआ अनुग्रह का सिंहासन के ഇവിടെ पास ഇവിടെ नहीं. നാം വന്നിരിക്കുന്നത് यहाँ जो हम आए हैं മോശ പർവ്വതത്തിൽ ഒരു മോഡൽ കണ്ടായിരുന്നു. कि जो मूसा ने जो पहाड़ में एक मॉडल देखा था, സ്വർഗീയമായതിനെ കണ്ടായിരുന്നു. स्वर्गीय जो था वो देखा था. അതിന്റെ മോഡൽ, അതിന്റെ റെപ്ലിക്കയാണ് ഭൂമിയിൽ ഉണ്ടാക്കിയത്. उसका एक रिप्लिका, उसका एक डुप्लीकेट बनाया. ദാവീദ് മോഡൽ വരച്ചത് कि दावीद ने जो मॉडल बनाया വെളിപ്പാട് കണ്ടിട്ടാ. कि प्रकाशन पाके, ഏതിന്റെ വെളിപ്പാട്? किसका प्रकाशन? സ്വർഗീയ ജെറുസലേമിന്റെ, स्वर्गीय जेरूशलेम സ്വർഗീയ का, ആലയത്തിന്റെ, स्वर्गीय मंदिर സ്വർഗീയ का, കൃപാസനത്തിന്റെ. स्वर्गीय कृपा का आसन का. ശലോമോന്റെ ആലയത്തിൽ सोलोमन का मंदिर में ശകബന, നിങ്ങൾക്കറിയാം, ഇങ്ങനെ കെരൂബുകളൊക്കെ നിൽക്കുകയാണ്. वहाँ खेरीब लोग रुकते थे. നമ്മൾ ഈ ചിറക് വിരിക്കുന്ന കെരൂബിനെയൊക്കെ എന്തിനാ ഉണ്ടാക്കി വെച്ചത്? हम सोचते हैं कि वो जो पंगों के साथ खरूबों को क्यों बनाया है. ഈ മോശയുടെ സമാഗമന കൂടാരത്തിൽ मूसा का जो मेल मिलाप का संदूक में, പെട്ടകത്തിന്റെ രണ്ട് സൈഡിലും കെരൂബ് നിൽക്കുകയാണ്. वो संदूक के दोनों बाजू में खरूबे रुका है. എന്തിനാ ഈ കെരൂബിനെയൊക്കെ ഉണ്ടാക്കിയത്? क्यों ने बनाया है? വിഗ്രഹം ഉണ്ടാക്കിയതാണോ? क्या मूर्ति बनाया है? അല്ല കേട്ടോ, नहीं, അവിടെ കണ്ട മോഡൽ വെച്ച് വരച്ചപ്പം വരച്ചതാ. कि वहाँ का जो मॉडल देख के बनाया മോശ है. കണ്ടു मूसा ने देखा സ്വർഗീയ മന്ദിരത്തിൽ स्वर्गीय मंदिर में സാറാഫുകളും കെരൂബുകളും നിൽക്കുന്നത് കണ്ടു. साराफ और खरूब लोग रुका है. കെരൂബുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? खरूबों के बारे में सुना है. ഹല്ലേലൂയ.
യെശയ്യാ പ്രവാചകൻ കണ്ടില്ലേ? यशायाह भविष्यद्वक्ता ने देखा, കെരൂബുകളെ കണ്ടില്ലേ? उसने देखा യെശയ്യാ ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോൾ സ്വർഗീയ മന്ദിരത്തിലെ ആരാധന കണ്ടില്ലേ? कि जब यशायाह ने देखा कि स्वर्गीय मंदिर का आराधना कैसा है, കെരൂബുകൾ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടോ? करीब लोग परमेश्वर को आराधना करते हुए എങ്ങനെ देखा, ആരാധിച്ചത്? कैसे आराधना किया, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, सेना का यहोवा പരിശുദ്ധൻ, पवित्र പരിശുദ്ധൻ पवित्र ഇങ്ങനെ പറഞ്ഞ് രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് 6 ചിറകൊണ്ട് ഇതിന് കേട്ടോ. 6 ഹല്ലേലൂയ. पंखे, 2 से पैरों को ढक के, 2 से चेहरा ढक के, 2 से वो उड़ के, ഈ കെരൂബുകളെയാണ് ശലോമോൻ ഒക്കെ പണിതത്. ये खरूबों को सलोमन ने बनाया. എങ്ങനെ പണിതത്? कैसे बनाया? ഹല്ലേലൂയ. കണ്ടിട്ടാ പണിതത്, देख के बनाया, സ്വർഗീയമായതിനെ. जो स्वर्ग है. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് हम जो आंखें बेटा है, മനുഷ്യൻ വരച്ചതോ പണിതതായ മന്ദിരത്തിലേക്കല്ല. इंसान ने बनाया या बनाया हुआ नहीं. എബ്രായർ 12 പറയുന്നു इब्राहिम 12 कहता है, സ്വർഗീയമായതിന്റെ അടുക്കലേക്കാണെന്ന്. हम स्वर्गीय जो उसके पास आया ഇതൊരു है, വലിയ വെളിപ്പാടാ. ये बहुत बड़ा प्रकाशन നിങ്ങൾ है. വന്നത് हम जो आए हैं മെഗാ പാർട്ടി ഹാളിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കല്ല. कि मेगा पार्टी हॉल का हॉल में नहीं, നിങ്ങൾ വന്നിരിക്കുന്നത്, आप जो आया നിങ്ങൾ है, മുഴങ്കാൽ മടക്കിയിരിക്കുന്നത് आप जो घुटना टेका है, സ്വർഗീയ ജെറുസലേമിന്റെ അടുക്കലാണ്. स्वर्गीय जेरूसलम के पास है. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? നിങ്ങൾ മുഴങ്കാൽ മടക്കുന്നിടത്ത് आप जहाँ घुटने टेकते हैं, സ്വർഗം ഇവിടെ ഇറങ്ങി വരുമെന്ന്. स्वर्ग वहाँ उतर आएगा. നിങ്ങൾ മുഴങ്കാൽ മടക്കുന്നിടത്ത് आप जहाँ घुटना टेकेगा, കൃപാസനം ഇറങ്ങി വരുമെന്ന്. कृपा का आसन उतर ഇന്ന് आएगा. പകൽക്കാലം ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമൈതലേ, आज यहाँ बैठ के आराधना करने वाले परमेश्वर के ഈ बच्चों, ഓഡിറ്റോറിയത്തിന്റെ അകത്ത് इस ऑडिटोरियम के अंदर അതല്ലാൽ ബലത്തിന്റെ പെട്ടകം എഴുന്നള്ളിയിരിക്കുകയാണ്. बल का जो संदूक है वो आया है. ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് इस ऑडिटोरियम के अंदर കെരൂബുകൾ ആരാധിക്കുന്ന केरूब लोग जो आराधना करता പരിശുദ്ധൻ है, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് पवित्र 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 कहता है. കെരൂബുകൾ ആരാധിക്കുന്ന केरूब जो आराधना करता है, കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. परमेश्वर यहाँ उतर आया. ഹലോ, आमेन. ഇപ്പൊ കൃപാസനത്തിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാമോ? कृपासन का आप मार्ग जानते हो, മുട്ട് മടക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു കൃപാസനം. कि जहाँ घुटना टेकते वहाँ उतर आता है. ഹല്ലേലൂയ. നമ്മൾ പാട്ട് പാടിയപ്പോ പാടിയില്ലേ? हम जब गीत गाए तो We गाया, thought you heaven was incomplete, right? Hallelujah. So heaven came down. Hallelujah. हमें परमेश्वर लगा कि हमारे बिना जो है स्वर्ग अधूरा है, तो स्वर्ग नीचे उतर നിങ്ങളെ आया. സ്വർഗം പൂർണ്ണമല്ലായിരുന്നു. कि हमारे बिना स्वर्ग पूरा नहीं അതുകൊണ്ട് था, സ്വർഗം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. इसे स्वर्ग उतर आया. നിങ്ങൾ ഇവിടെ മുട്ടുകുത്തി ആരാധിച്ചപ്പോൾ आप जब यहाँ घुटने टेक के आराधना किया, കർത്താവ് പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങൾ ആരാധിക്കുക. परमेश्वर ने कहा मेरे എന്റെ बच्चे കുഞ്ഞിന് आराधना कर സഹായം रहे ആവശ്യമാണ്. हैं, मेरे बच्चे को मदद की അവനിപ്പോ जरूरत है. തൽക്കാലം ഇങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. ओ यहाँ अभी आ नहीं सकता, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി इसके लिए ചെല്ലുകയാണ്. मैं उसके पास उतर जाता ഹദല हूँ. റംഷകമന. അവനെ ഞാൻ ആത്മാവിൽ, वहाँ मैं आत्मा में, അവൻ നിൽക്കുന്ന പ്രതലത്തിൽ നിന്ന് മാറ്റി, അവൻ നിൽക്കുന്ന തലത്തിൽ നിന്ന് മാറ്റി वो जिस मंडल में अगर उस मंडल എന്റെ से हटा സ്വർഗീയ के ജെറുസലേമിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ उसे പോകുകയാണ്. स्वर्गीय जेरूसलम के अनुभव में ले आएगा. പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, आज जो मुझे सुनने वाले परमेश्वर के बच्चों, എബ്രായ ലേഖനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, अब्राहम के लेखों में നിങ്ങൾ साफ-साफ സിയോന്റെ लिखा है, അടുക്കലേക്ക്, സീനായുടെ അടുക്കലേക്കല്ല വന്നിരിക്കുന്നത്, आप सीना के पास नहीं आया നിങ്ങൾ है, സിയോന്റെ അടുക്കലേക്കാണ് വന്നിരിക്കുന്നത്. സിയോൻ के पास എല്ലാവരും आया है. പറഞ്ഞാട്ടെ, സിയോന്റെ അടുക്കലേക്ക്. सभी लोग मुंह खोल के बोले സീനായുടെ सीना के पास, അടുക്കലേക്കല്ല, सीना के पास नहीं, സിയോന്റെ അടുക്കലേക്ക്. सिय्योन के पास ഇത് आया തമ്മിൽ है. എന്താ വ്യത്യാസം? इन दोनों में फर्क क्या है? ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് എഴുതി വെച്ചു, गलाती 4 में पौलुस ने लिख के रखा, ഹല്ലേലൂയ, പണ്ട് സീനായി പർവ്വതം ഉണ്ടായിരുന്നു. पहले सीनाई पहाड़ था, അത് അറബി ഭാഷയിൽ, वो अरबी भाषा में, ഹല്ലേലൂയ, അത് അടിമത്തത്തെ കാണിക്കുന്നതായിരുന്നു. वो गुलामी को दिखाता था. ഹാഗാർ എന്ന് പറയുന്നത് आगार जो था അറബി ഭാഷയിൽ, अरबी भाषा में, ഇതൊരു റെവലേഷനാ പൗലോസ് എഴുതിയെന്നറിയാമോ? ഹാഗാർ എന്ന് പറയുന്നത് അറബി ഭാഷയിൽ, एक revelation, സോറി, जो भी उन देश का भाषा, ആ ഭാഷയിൽ അടിമത്തത്തെ കാണിക്കുന്ന സീനായെ കാണിക്കുന്ന പദമായിരുന്നു. वो जो गुलामी को दिखाने वाला, सीना को दिखाने वाला पद था. ഹല്ലേലൂയ. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? क्या लिखा यहाँ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം, गलाती 4 ആമേൻ, 24 മുതൽ വായിക്കുമ്പോൾ उसे 24 से पढ़िए. ഇത് സദൃശമാകുന്നു. ये സിംബോളിസം. ये सिंबोलिज्म है. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ Yes. അത്രേ. ये जो स्त्री है 2 नियम है. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ये जो स्त्री है 2 नियम है. ഒരു സ്ത്രീയുടെ പേര് ഹാഗാർ, एक का नाम है हाहार, മറ്റൊരാളുടെ പേര് സാറ. दूसरे का नाम है सारा. വ്യത്യാസം എന്താ? फर्क क्या है? വ്യത്യാസം എന്താ? ഹാഗാർ हजीरा जो है അബ്രഹാമിന് തലമുറ കൊടുത്തു. कि अब्राहम को पीढ़ी दिया, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. कोई कॉम्प्लिकेशन नहीं था. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം.
ഹാഗാറിന്റെ ഡെലിവറിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു? हजीरा का डिलीवरी में कोई कॉम्प्लिकेशन था क्या? ഹാഗാറിന് തലമുറയെ വഹിക്കാൻ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു? हजीरा को पीढ़ी को लाने उत्पन्न करने में कोई तकलीफ था ഹലോ, क्या? ഒന്നുമില്ല. कुछ नहीं था. അബ്രഹാം അവിടെ അടുക്കൽ ചെന്ന് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. अब्राहम उसके पास गया और उसने बच्चे को जन्म दिया. പക്ഷേ അവൾ അടിമയാ. लेकिन वो गुलाम है. അതുകൊണ്ട് ജനിച്ചതും ആരാ? इसके लिए जन्म कौन लिया? ആരാ? അടിമയാ, गुलाम. അപ്പൊ ഹാഗാറിന്റെ നിയമം അടിമത്തത്തിന്റെ നിയമമാ. हजीरा का जो नियम है ഇത് गुलामी का രണ്ട് है. നിയമങ്ങളെ കാണിക്കുന്നു. ये दो नियम को दिखाता ഹാഗാർ है. ആരെയാ കാണിക്കുന്നത്? और दूसरा किसको दिखाता है? ഹാഗാർ ആരെയാ കാണിക്കുന്നത്? हजीरा किसको दिखाता പഴയ है? നിയമത്തെ, पुराना नियम. आमीन. അടിമത്തത്തെ. गुलामी को. അതിന് പ്രസവിച്ചതല്ല അടിമയാ. यहाँ से जो भी उत्पन्न हुआ गुलाम है. അതിന് പ്രസവിച്ചതല്ല ദാസനാ. उसमें से जो भी उत्पन्न ഇനി हुआ दास है. രണ്ടാമതൊരു സ്ത്രീ, अभी दूसरा एक स्त्री, അവൾക്ക് പ്രസവിക്കാൻ ബുദ്ധിമുട്ടാ. उसे उत्पन्न करना मुश्किल है. ഹല്ലേലൂയ. അവൾക്ക് ഭയങ്കര കോംപ്ലിക്കേഷനാ. उसको बहुत പക്ഷേ कॉम्प्लिकेशन അവൾ है. സ്വതന്ത്രയാ. लेकिन वो आजाद है. അവൾ आमीन. സ്വതന്ത്രയാ. वो स्वतंत्र है. അതല്ല റംഷ, നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? क्या आपको समझ में आ അവൾ रहा है? ഫ്രീയാ. वो आजाद है. മക്കള് പെട്ടെന്ന് ഉണ്ടായില്ല. वो जल्दी से नहीं പക്ഷെ हुआ, വലിയ വാഗ്ദത്തമുണ്ട്. लेकिन बहुत वादे हैं. അവള് കഷ്ടപ്പെട്ട്, അവള് പ്രാർത്ഥിച്ച്, അവള് മെനക്കെട്ട് പ്രസവിക്കുന്നത് അടിമത്തമല്ല. Amen. അവള് Yes. പ്രസവിക്കുന്നത് വാഗ്ദത്തമാ. वो जो कष्ट उठा के प्रार्थना करके जो बाहर लाता है वो गुलाम नहीं है, वो Hello. आजाद है. Are you listening me? क्या आप मुझे सुन रहे हैं? ദാസിയുടെ മകളും സ്വതന്ത്രയുടെ മകളും. दासी का बच्चा और स्वतंत्र का ഈ बच्चा, കൺസെപ്റ്റ് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് इस बातों को रखे ഹല്ലേലൂയ, പൗലോസ് എന്താ പറയുന്നതെന്ന് पौलुस അറിയാമോ? क्या कहता है? ഹല്ലേലൂയ. പൗലോസ് പറയുക, ഹർഷകമന, ഇത് സദൃശമാകുന്നു. ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങളെ അത്രേ. ये जो स्त्री है दो नियम में है. ഒന്ന് സീനായി മലയാണെങ്കിൽ, एक सीनाई पहाड़ है तो സീനായി മലയിൽ നിന്ന് ഉണ്ടായി एक सीनाई पहाड़ से जो आया गुलाम, അടിമകളെ പ്രസവിക്കുന്നു. ये जो गुलाम को സീനായി മലയിൽ നിന്നുണ്ടായ നിയമം ഏതാ? सीनाई पहाड़ से कौन सा नियम आया? എബ്രായർ 12 പറയുന്നു, इब्राहिम 12 कहता है നമ്മൾ വന്നിരിക്കുന്നത് ആ മലയുടെ അടുക്കലേക്കല്ല. हम आया उस पहाड़ के पास ആ नहीं, മലയിൽ നിന്നുണ്ടായ നിയമം അടിമകളെ कि പ്രസവിച്ചുകൊണ്ടിരിക്കുക. उस पहाड़ से जो आया वो गुलाम को उत्पन्न करता है. ഹലോ, ഏത് അടിമകൾ? कौन सा അവരെല്ലാം गुलाम? ദാസര കേട്ടോ. वो सब दास है. മോശ പോലും വറച്ചോണ്ടാ നിൽക്കുന്നത്. कि मूसा भी काट के അവരെ रहा है, തൊടാൻ പറ്റത്തില്ല. वो छू नहीं सकता. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല വന്നിരിക്കുന്നത്. लेकिन हम वहां पे नहीं आया താങ്ക് യു है ജീസസ്. അടിമകളെ പ്രസവിക്കുന്ന ഒരു ഓൾഡ് ടെസ്റ്റമെന്റ്. कि गुलाम को जन्म देने वाला एक पुराना नियम. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, अगले आयत में कहता है അത് ഹാഗാർ. वो हजीरा. ഹാഗാർ എന്നത് അറബി ദേശത്ത്, അതെ അറബി ഭാഷയിൽ അല്ലേ, അറബി ദേശത്ത് എന്ത് പറയുന്നു? സീനായി മലയെ കുറിക്കുന്നു. അപ്പോൾ കറക്റ്റ് ആണല്ലോ. कि हागार जो है अरबी में क्या सीना पहाड़ को दिखाता है. അറബി ഭാഷയിൽ ഹാഗാർ എന്ന് പറഞ്ഞാൽ സീനായി എന്ന് പറഞ്ഞാൽ അടിമത്തമാണ്. अरबी के भाषा में, अरबी भाषा में जो हागार जो कहता है उस गुलामी को है. ഹല്ലേലൂയ. അത് ഇപ്പോഴത്തെ ജെറുസലേമിനോട് ഒക്കുന്നു. वो अभी का जेरूसलम के समान है. ഏത് ജെറുസലേം? कौन सा जेरूसलम? ഏത് ജെറുസലേം? ഇപ്പൊ പാലസ്തീനിൽ ജെറുസലേം ഇല്ലേ? अभी जो पैलेस्टीन में जो जेरूसलम है, ഞാനിത് പറഞ്ഞ ചിലർക്കൊക്കെ വിഷമം തോന്നും. ये अगर मैं कहे तो कुछ लोगों को കാരണം दर्द ഈ होगा. ജെറുസലേം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒക്കെ അകത്ത് ഇങ്ങനെ ഒരു രക്തം ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു സ്വഭാവം നമുക്കെല്ലാം ഉണ്ട്. जेरूसलम जब सुनते तो हमें वो एक ഞാൻ അതിനെ जुनून എതിര് आता പറയത്തില്ല. है. പക്ഷെ വേദപുസ്തകം ഈ ഇപ്പോഴത്തെ ആക്ഷനെ ജെറുസലേമിനെ എപ്പോഴും ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്, അടിമത്തമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. कि जो वचन है अभी का जेरूसलम वो गुलाम दिखाता है. ഇത് പറഞ്ഞതിന്റെ പേരിൽ പലരും എന്നോട് പണങ്ങിയിട്ടുണ്ട്. ये जो बोला बोल के बहुत सारे लोग बिगड़े ഈ पास पर. ഇസ്രായേലിന്റെ ഫ്ലാഗ് ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, ജെറുസലേം എന്നൊക്കെ പറഞ്ഞു. कुछ लोग इस्राएल का फ्लैग उठा के चलते പക്ഷെ हैं, സത്യത്തിൽ അവരെ കുറിച്ച് വേദോസം എന്താ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പലരും എന്നോട് പണങ്ങിയിട്ടുണ്ട്. लेकिन हकीकत वचन उनके बारे में क्या कहता है? എന്താ വേദോസം പറഞ്ഞെന്ന് അറിയാമോ? वचन क्या कहते हैं? വേദോസം പറഞ്ഞത്, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, वचन इस प्रकार कहता है, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച പട്ടണം, हमारा परमेश्वर को जो सूली किया शहर, ആത്മികമായി आत्मिक तौर से ബാബിലോൺ എന്ന അതിന്റെ പേരെന്നാ പറഞ്ഞത്. कि बाबिलोन उसका नाम है. നിങ്ങൾ വായിച്ചിട്ടുണ്ട് വേദോസം? क्या आपने पढ़ा है ഇന്നത്തെ ജെറുസലേമിനെ കുറിച്ച് സ്വർഗത്തിന്റെ അഭിപ്രായമാ കേട്ടോ. कि आज के जेरूसलम के लिए स्वर्ग का अभिप्राय ഇത് क्या है? ഞാനല്ല പറഞ്ഞത്, വെളിപ്പാട് പുസ്തകക്കാരൻ 11-ാം അധ്യായത്തിൽ പറഞ്ഞതാണ്. कि रेवलेशन चैप्टर 11 में कहता നമ്മുടെ है കർത്താവിനെ ക്രൂശിച്ച പട്ടണം ആത്മികമായി അതിന്റെ പേര് ബാബിലോൺ എന്നാണെന്ന്. कि हमारा परमेश्वर सूलित किया हुआ जो शहर है उसका नाम आत्मिक तौर पे बाबिलोन है. പൗലോസ് പറയുന്നത് ഹാഗാറാണെന്ന്. पौलुस कहते हो അത് अजीरा है, അടിമത്തമാണെന്ന്. वो गुलाम അത് है കർമാനുഷ്ഠാനങ്ങളുടെ അടിമത്തമാണെന്ന്. और रीति रिवाज का गुलाम അത് है ആചാരങ്ങളുടെ അടിമത്തമാണെന്ന്. और रीति रिवाज का അത് गुलाम है പാരമ്പര്യത്തിന്റെ और അടിമത്തമാണെന്ന്. परंपरा का गुलाम है. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചട്ടെ. हाथ ताली बजा के परमेश्वर को धन्यवाद എന്നാൽ करो. നമ്മൾ വന്നിരിക്കുന്നത് लेकिन हम जो आया ആ है, ജെറുസലേമിന്റെ അടുക്കലേക്കല്ല. हम उस जेरूसलम के पास नहीं ഏത് आया है. ജെറുസലേമിന്റെ അടുക്കലേക്കാ? कौन से जेरूसलम के ഓ पास? സ്വർഗീയ ജെറുസലേം. जो स्वर्गीय
സീനായിയുടെ അടുക്കലേക്കല്ല, सीनाई के पास नहीं, സിയോന്റെ അടുക്കലേക്ക്. सिय्योन के पास आए हैं। അതുകൊണ്ട് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു, इसलिए पौलुस ने गलातियों के लेखन में कहा, ഇത് ഇപ്പോഴത്തെ ജെറുസലേമിനോട് ഒക്കുന്നു. ये अभी का जेरूशलेम के साथ है। അത് തന്റെ മക്കളോട് കൂടെ അടിമത്തത്തിലല്ലോ वो ഇരിക്കുന്നു. अपने बच्चों के साथ गुलाम में रहते ഇന്നും हैं। പഴയ നിയമത്തിന്റെ ആചാരങ്ങൾക്ക് പിന്നാലെ ആരെങ്കിലും പോയാൽ अगर आज भी पुराना नियम के रीति रिवाज के पीछे कोई जाता അവരൊക്കെ है, ഇന്നും സീനായുടെ അടിമകളാണ്. वो सब आज भी सीना पहाड़ के गुलाम हैं। ഇന്നും പഴയ നിയമത്തിന്റെ അടിമത്തത്തിൽ പോകുന്നവരുണ്ട് കേട്ടോ. आज भी है जो कोई है जो पुराना नियम का गुलामी में जाते ദൈവമക്കളെ, हैं। പഴയ നിയമത്തിന്റെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയത്. परमेश्वर के बच्चों, पुराने नियम के सारे रीति रिवाज से परमेश्वर ने हमें स्वतंत्र किया है। ശാബത്താകട്ടെ, बोलो साबत होने दो, ഹല്ലേലൂയ, ഉത്സവങ്ങളാകട്ടെ, और त्योहार होने दो, യാഗങ്ങളാകട്ടെ, और बलि होने दो, പരിച്ഛേദനയാകട്ടെ, कि कत्नी होने എല്ലാ दो। പഴയ നിയമത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും യേശു ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. सारे पुराने नियम के रीति रिवाज से यीशु मसीह ने हमें स्वतंत्र किया है। ഇനി നമ്മൾ ശബത്ത് ആചരിക്കേണ്ട ആവശ്യമില്ല. अब हमें साबत को मनाना नहीं है, കാരണം നമ്മുടെ ശബത്ത് യേശുവാ കേട്ടോ. क्योंकि हमारा जो साबत है यीशु നമ്മുടെ मसीह है। ശബത്ത് ആരാണ്? हमारा कौन है? ശബത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമം. ഹല്ലേലൂയ, ശബത്ത് मतलब വിശ്രമം. യേശു ക്രിസ്തുവാണ്. यीशु मसीह है। ഇന്നും ആരെങ്കിലും ശബത്ത് ആചരിക്കുന്നെങ്കിൽ, अगर आज भी कोई साबत को मनाता है, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട് കേട്ടോ. ऐसे सिखाने वाले हैं, ഹല്ലേലൂയ, ഇന്നും ശബത്ത് ആചരിക്കണം. आज भी साबत को मानना മറന്നു है, പോകരുത്. भूलना नहीं। അവരാരാണ്? वो कौन है? അവര് ഹാഗാറിന്റെ അടിമത്തത്തിന്റെ സന്തതി. वो हजीरा का गुलामी का संतान है। അടുത്ത വാക്യങ്ങൾ പറയാണ്, अगले आयत में कहता അത് है, തന്റെ മക്കളോട് കൂടെ അടിമത്തത്തിലല്ലോ ഇരിക്കുന്നത്. वो अपने बच्चों के साथ गुलामी में रहता है। മീതെയുള്ള ജെറുസലേമോ, लेकिन जो ऊपर का जो जेरूशलेम है, സ്വർഗീയ ജെറുസലേമോ, जो स्वर्गीय जो जेरूशलेम അവൾ है, സ്വതന്ത്രയാകുന്നു. वो स्वतंत्र है। അവൾ തന്നെ നമ്മുടെ അമ്മ. वही हमारी माँ है। നമ്മുടെ അമ്മ हमारी जो माँ है ഹാഗാർ അല്ല, हजीरा नहीं है। നമ്മുടെ അമ്മ, हमारी जो माँ है, നമ്മുടെ അമ്മ സ്വർഗീയ ജെറുസലേമാണ്. हमारी जो माँ है स्वर्गीय जेरूशलेम है। നമ്മുടെ അമ്മ हमारी जो माँ है സീനായി അല്ല, सीनाई नहीं है। നമ്മുടെ അമ്മ സിയോനാണ്. हमारी जो माँ है सिय्योन है। എല്ലാവരും പറഞ്ഞാട്ടെ, നമ്മുടെ അമ്മ अरे मुंह खोल के बोले हमारी जो सीनाई माँ अल्ला। तो सीनाई नहीं എല്ലാവരും है। പറഞ്ഞ് നമ്മുടെ അമ്മ. बोलो मुंह खोल के हमारी Repeat माँ, after me. നമ്മുടെ അമ്മ हमारी माँ സീനായി അല്ല, सीनाई नहीं നമ്മുടെ है। അമ്മ हमारी माँ സിയോനാണ്. सिय्योन है। നമ്മുടെ അമ്മ, आमेन। അരെ നാരലകാവന, നമ്മുടെ അമ്മ हमारी माँ സീനായി അല്ല, सीनाई नहीं है। നമ്മുടെ അമ്മ हमारी माँ സിയോനാണ്. सिय्योन है। നമ്മുടെ അമ്മ हमारी माँ അടിമത്തമല്ല, गुलामी नहीं है। നമ്മുടെ അമ്മ हमारी माँ സ്വാതന്ത്ര്യമാണ്. आजादी है। നമ്മുടെ അമ്മ हमारी माँ അടിമത്തമല്ല, गुलामी नहीं है। നമ്മുടെ അമ്മ हमारी माँ സ്വതന്ത്രയാണ്. स्वतंत्र है। അതുകൊണ്ട് ഞാൻ അടിമയല്ല, इसके लिए मैं गुलाम नहीं അതുകൊണ്ട് हूँ, ഞാൻ സ്വതന്ത്രയാണ്. इसके लिए मैं स्वतंत्र हूँ, അതുകൊണ്ട് എനിക്ക് ഭയമില്ല, इसके लिए मुझे भय नहीं है, അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. इसके लिए मुझे धैर्य है। ഞാൻ തൊട്ടാൽ ചത്തുപോകത്തില്ല കേട്ടോ. मैं अगर छुएगा तो मर ഞാൻ नहीं जाऊंगा। കൃപാസനത്തിൽ അടക്കച്ചെന്ന മരിക്കത്തില്ല मैं കേട്ടോ. खुदा का सिंहासन के पास जाके तो मरूंगा ഞാൻ नहीं। തൊടുന്നത് സീനായിയെ അല്ല, मैं जो छू रहा सीनाई को ഞാൻ नहीं, തൊടുന്നത് സിയോനെയാണ്. मैं जो छू रहा सिय्योन को है। സീനായി അടിമത്തം നൽകുമ്പോൾ, सिय्योन जो है गुलामी है। സീനായി മരിക്കണമെന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ सीनाई जब मरने का आज्ञा दिया, സിയോൻ വിളിച്ചു പറഞ്ഞു, सिय्योन पुकार के कहा, സിയോന്റെ നാഥൻ വിളിച്ചു പറഞ്ഞു, सिय्योन का मालिक पुकार के സിയോന്റെ कहा, മണവാളൻ വിളിച്ചു പറഞ്ഞു. सिय्योन का दूल्हा पुकार എന്താ के വിളിച്ചു कहा, പറഞ്ഞത്? क्या पुकार के कहा? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വാ. ഹല്ലേലൂയ. मेहनत करने वाले, परिश्रम करने वाले ഞാൻ मेरे നിങ്ങളെ पास आओ। ആശ്വസിപ്പിക്കാം. मैं तुम्हें शांति दूंगा। യേശുവിന്റെ അടുക്കലേക്ക് വന്നവർ, यीशु के पास जो അവനെ आया, തൊട്ടവർ, उसको जो छुआ, അവൻ തൊട്ടവർ, ഹർഷകമന, ग्लोरी फादर, അവനെ തൊട്ടവർ, जो उसको छुआ, അവൻ തൊട്ടവർ जिसको उसने छुआ, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. वो नष्ट नहीं അവർ हुआ, ജീവിച്ചിട്ടേ ഉള്ളൂ, वो जीवित हुआ, മരിച്ചിട്ടില്ല. वो मरा അവർ नहीं, സൗഖ്യമായിട്ടേ ഉള്ളൂ. वो चंगा കരങ്ങളെ हुआ। ശക്തമായി അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के परमेश्वर का അതിനാൽ धन्यवाद दे। എബ്രായർ 12 പറയുക, എബ്രായർ 12 പറയുക, इब्राहिम 12 कहता है, അതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത് इसके लिए मैं जो आया हूँ സീനായുടെ അടുക്കലേക്കല്ല, सीनाई के पास ഞാൻ नहीं, വന്നിരിക്കുന്നത് സിയോന്റെ मैं അടുക്കലേക്ക്. आया सिय्योन के पास। ഓ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ അടുക്കലേക്ക്. आबेल से भी उत्तम बात करने ഹദലെ वाले यीशु റംശൽ के लोग ഖമാന. के पास। ഹലോ, हाँ, ധൈര്യമുണ്ടോ? ഉറപ്പുണ്ടോ? ധൈര്യം है क्या? पक्का है क्या? പറഞ്ഞാട്ടെ, ഞാൻ അടിമത്തത്തിന്റെ സന്താനമല്ല. धैर्य से बोलो, मैं गुलाम के संतान नहीं है, ആഗാർ അല്ല എൻ്റെ അമ്മ. हजीरा नहीं है मेरी माँ, സ്വർഗീയ സിയോന്റെ പുത്രനാണ്, പുത്രിയാണ്. स्वर्गीय सिय्योन का पुत्र हूँ, पुत्री हूँ। ഫിലിപ്പിയർ 3:20 പറയുന്നു, ഫിലിപ്പിയർ 3:20 പറയുന്നു, फिलिपियर 3:20 कहता है, നമ്മുടെ പൗരത്വമോ, हमारा जो നമ്മുടെ പൗരത്വമോ,
our citizenship. Hallelujah. अपना नागरिकता. हमारी जो Hallelujah. नागरिकता है എവിടെയാണ്? कहाँ पे है? സ്വർഗ്ഗത്തിലാകുന്നു. वो स्वर्ग में ഒന്ന് है। വായിച്ചാട്ടെ. आमेन। ഫിലിപ്പിയർ 3:20 വായിച്ചാട്ടെ. कि फिलिपियर 3 का 20 ഒറ്റ पढ़िए। ശബ്ദത്തിൽ വായിച്ചാട്ടെ. ഫിലിപ്പിയർ 3:20. फिलिपियर 3 का 20। മലയാളത്തിലൂടെ ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. हमारी नागरिकता स्वर्ग में है। അവിടെ നിന്ന് उधर से എന്റെ കർത്താവ് ഇറങ്ങി വരുന്നു. वहां से मेरा परमेश्वर എവിടെ उतर നിന്ന്? आएगा। कहाँ से? സിയോനിൽ നിന്ന്, എന്റെ സ്വർഗീയ സിയോൻ സിയോനിൽ നിന്ന് എന്റെ യേശു ഇറങ്ങി വരുമെന്ന്. मेरा यीशु उतर आएगा। ധൈര്യമുണ്ടോ പ്രിയമുള്ളവരെ? धैर्य है क्या? ഹല്ലേലൂയ. हालेलुया। അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, तो आप जब प्रार्थना നിങ്ങൾ करेंगे, മുഴങ്കാൽ മടക്കുമ്പോൾ, आप जब घुटने टेकेंगे, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവവേദലേ, कि यीशु के लहू से शुद्ध पाया परमेश्वर के നീ बच्चों, എവിടോട്ട് അടുത്ത് വരുന്നത്? आप कहाँ पे आ रहे हैं? സ്വർഗീയ സിയോന്റെ അടുക്കലേക്ക്, आप स्वर्गीय सिय्योन के पास आ रहे हैं। കൃപാസനത്തിന്റെ അടുക്കലേക്ക്. कृपा का सिंहासन के पास आते ഞാൻ हैं। വീണ്ടും പറയട്ടെ, मैं फिर से कहता हूँ, നിനക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അറിയത്തില്ലായിരിക്കാം. आपको वहां जाने का मार्ग नहीं പക്ഷെ നീ पता മുഴങ്കാൽ होगा। മടക്കുന്നിടത്ത് जहाँ तू घुटना टेकेगा, സിയോൻ ഇറങ്ങി വരികയാ. सिय्योन उतर आएगा। നീ മുഴങ്കാൽ മടക്കുന്നിടത്ത് जहाँ तू घुटना टेकेगा, കൃപാസനം ഇറങ്ങി വരികയാ. कृपा का सिंहासन उतर आएगा। പഴയ നിയമകാലത്ത് पुराने नियम में ഈ കൃപാസനത്തിന്റെ അടുക്ക വരെ ഒന്നും ആർക്കും പോകാൻ പറ്റത്തില്ല. कृपा का सिंहासन के पास कोई जा नहीं सकता था। സമാഗമന കൂടാരത്തിന്റെ ഒരു സ്കെച്ച് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. कि मेल मिलाप का तंबू का एक स्केच ഒന്ന് दिखाने के കാണിച്ചാട്ടെ മക്കളെ. एक സമാഗമന वचन കൂടാരത്തിന്റെ സ്കെച്ച് ഒന്ന് കാണിച്ചാട്ടെ. നിങ്ങളെല്ലാം അത് ആ പിക്ചർ ഒന്ന് കണ്ടോ? കിട്ടല്ലോ അല്ലേ? ഹലല് സമാഗമന കൂടാരം, മേൽമിലാപ് കാ തമ്പു. ഇതിന്റെ ഒരു ഔട്ടർ കോർട്ട്യാർഡ് ഉണ്ട്, മിറ്റം എന്ന് നമുക്ക് വിളിക്കാം. इसका एक आंगन। आंगन है। ഈ മിറ്റത്തെ ആളുകൾക്ക് വന്ന് നിൽക്കാൻ പറ്റും. ये आंगन में लोग आके खड़े हो सकते हैं। ഹല്ലേലൂയ. ഈ മിറ്റത്തെ ആളുകൾക്ക് നിൽക്കാൻ പറ്റും. लोग आंगन में खड़े हो सकते हैं। ഇതിനപ്പുറമായിട്ട് ഒരു വിശുദ്ധ സ്ഥലമുണ്ട്. उसके उस पार एक पवित्र स्थान है। അവിടെ എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല. वहाँ सब लोग नहीं जा सकते അവിടെ हैं। പുരോഹിതന്മാർക്ക് മാത്രമേ കയറാൻ പറ്റൂ. वहाँ जो है नबी लोग जा सकते हैं। അതിന്റെ അപ്പുറത്ത് ഒരു അതിവിശുദ്ധ സ്ഥലമുണ്ട്. उसके ഹോളി ഓഫ് ദ उस ഹോളിയസ്റ്റ്. पार एक अति पवित्र स्थान है। അവിടെ എല്ലാ പുരോഹിതന്മാർക്കും കയറാൻ പറ്റും. वहाँ सभी याजक लोग नहीं जा सकते। വർഷത്തിൽ ഒരിക്കൽ साल में एक बार നറുക്കിട്ട് തെരഞ്ഞെടുത്ത മഹാപുരോഹിതന് മാത്രം കയറി. जो चुन के जो लिए हुआ महायाजक जा सकता है। ഒറ്റ പ്രാവശ്യം. एक बार അവൻ പേടിച്ചോണ്ടാ കയറി ചെല്ലുന്നത്. वो भी डर के खाप के जाता എന്തെങ്കിലും है। കാരണവശാൽ और कोई भी वजह से ഇവന്റെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ उसके जीवन में पाप है तो അവനോട് മരിച്ചു വീഴും. वो वहाँ मर के गिरेगा। मैं മരിച്ചു വീണാൽ ഇവനെ എടുക്കാൻ പോലും അതിനകത്ത് കയറാൻ പറ്റത്തില്ല. मर के गिरा तो उसको उठाने के लिए भी कोई नहीं जा सकता। അതിനുവേണ്ടി എന്ത് ചെയ്യും? उसके लिए क्या करेंगे? ഇവൻ കയറി പോകുമ്പോൾ वो जब जाता है കാലിൽ ഒരു ചങ്ങല കെട്ടിയിട്ടുണ്ട്. उसके पैर में एक जंजीर बांधते हैं। അതും വലിച്ചോണ്ടാ പോകുന്നത്. वो खींच के जाता है। അത് ഒരു അടിമത്തത്തെ കാണിക്കുക കേട്ടോ. वो भी गुलामी को दिखाता है ആരാധനയ്ക്ക് പോകുന്നവന്റെ കാലിൽ ഒരു ചങ്ങല. ഇത് कि आराधना में जो जा रहा है उसके पैर में भी जंजीर है। അതും അടിമത്തമല്ലേ? वो भी गुलामी है। സ്വാതന്ത്ര്യമുണ്ടോ? वहाँ ഈ स्वतंत्रता है क्या? ചങ്ങല വലിച്ചോണ്ടാ കയ്യിൽ ബ്ലഡ് കൊണ്ട് പോകുന്നത്. वो जंजीर में के साथ गुलामी के साथ लहू लेके ഇങ്ങനെ जाता കയറി है। പോകുമ്പോൾ वो जब जाता है ഇവന്റെ ഈ വസ്ത്രത്തിന്റെ വിളിമ്പിൽ उसके वस्त्र की जो चोटी पे ഒരു മാതളപ്പഴം, അനാർ, एक अनार, അതിന്റെ രൂപം, एक रूप പിന്നൊരു മണി, और एक गंडी, പിന്നൊരു മാതളപ്പഴം, फिर एक अनार, പിന്നൊരു മണി, फिर एक गंडी ഇങ്ങനെ തുന്നി വെച്ചേക്കുക. ऐसे उस पर रखा है। പുരോഹിതന്റെ വസ്ത്രത്തിന്റെ ഒളിവിന് ഭയങ്കര വെയിറ്റ് ആകട്ടോ. മാതളപ്പഴം മണി, മാതളപ്പഴം മണി ഇങ്ങനെ കെട്ടി വെച്ചു. उसके वस्त्र को बहुत वजन है कि अनार और गंडी के साथ है। നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാ കെട്ടി വെച്ചേക്കുന്നത്? आप सोचिए ये सब क्यों ഈ रखा है? മണിയും മാതളപ്പഴം കൂടെ കൂട്ടി ഇടിക്കുമ്പോൾ ഒരു സൗണ്ട് വരും. കിണി 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 എന്ന് പറഞ്ഞ സൗണ്ട് വരും. ये जब अनार और गंडी जब एक दूसरे लगता है तो आवाज आता है। പുറകെ മിറ്റത്ത് ജനം നിൽക്കുക. बाहर आंगन में लोग खड़े हैं। അവര് കാതോർത്ത് നിൽക്കുക കേട്ടോ. वो लोग कान से लगा के सुन रहे हैं। അകത്തുനിന്ന് മണിയുടെ ശബ്ദം വരുന്നുണ്ടോ? अंदर से गंडी की आवाज आ रही है क्या? മണിയുടെ ശബ്ദം ഒരു 5 മിനിറ്റ് നിന്നാൽ അവരുടെ ഹൃദയം പിടിക്കും. അയ്യോ 5 मिनट अगर गंडी की आवाज नहीं सुना तो उन्हें खापना आता है അകത്ത് പോയ പുരോഹിതൻ തട്ടിപ്പോയോന്ന്. कि अंदर जो गया महायाजक गुजर गया है क्या? അകത്ത് നിൽക്കുന്ന പുരോഹിതന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഞങ്ങളുടെ മഹാപുരോഹിതൻ അകത്ത് പോയിട്ടുണ്ട് ജീവനോട് തിരിച്ചു വരണം. कि बाहर लोग प्रार्थना करे परमेश्वर हमारा महायाजक अंदर गया जीवन के साथ वापस आए। പോകുന്ന മഹാപുരോഹിതന്റെ പേടി എന്തായിരിക്കും അല്ലേ? तो जो आने वाला महायाजक का डर ഒരു क्या होगा? ചങ്ങലെ വലിച്ചോണ്ട് കയറി പോകുക. वो जंजीर खींच के आता है। ചരിത്രത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. इतिहास में ऐसा हुआ है അകത്ത് പോയ പുരോഹിതൻ മരിച്ചുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. कि अंदर जो गया महायाजक जो मर गया है, പിന്നെന്താ ചെയ്തെന്ന് അറിയാമോ? ये क्या किया फिर? അകത്ത് കയറി എടുക്കാൻ പറ്റത്തില്ല. अंदर जाके ले नहीं ഈ सकता। ചങ്ങലയോട് വലിച്ചിങ് എടുക്കുക. ये जंजीर के साथ उसे खींच के लेता വലിച്ചിങ് है। വെളിയിലെടുക്കുക. उसे खींच के बाहर लाता അത്രയ്ക്ക് है। ഭയാനകമായ സ്ഥലമായിരുന്നു പഴയ നിയമത്തിൽ ഈ പറഞ്ഞ കൃപാസനം എന്ന് പറയുന്നത്. उतना भयानक जगह था पुराना नियम में कृपा का सिंहासन जो कहता है। ഈ കൃപാസനത്തിലേക്ക് പോകുന്ന വഴി, ये जो सिंहासन के पास जाने वाला मार्ग, മുറ്റത്ത് നിൽക്കുന്ന ആളുകൾക്ക് कि जो बाहर जो आंगन में खड़े लोगों के लिए ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? पहला कदम क्या है?
ഇവിടെ ഒരു ആൾട്ടർ വെച്ചിട്ടുണ്ട്. वहाँ एक बेली पीठ रखा ഈ है. ആൾട്ടർ യാഗപീഠം. वो जो बेली पीठ है, ഒന്നാമത്തെ സ്റ്റെപ്പ് യാഗപീഠമാണ്. पहला जो कदम है वो बलि पीठ है. യാഗപീഠത്തിൽ വന്ന് യാഗം കഴിക്കണം वहाँ बलि पीठ में आके बलि चढ़ाना എന്ന് है. പറഞ്ഞാൽ उसका अर्थ है ഒന്നാമത്തെ സ്റ്റെപ്പ് പാപത്തിന്റെ ശുദ്ധീകരണമാണ്. पहला स्टेप जो है पाप का शुद्धिकरण. അതല്ലാതെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. उसके बिना वो अंदर नहीं जा എല്ലാ सकता. ദൈവമക്കളും ഇത് പഠിച്ചിരിക്കണം. हर एक परमेश्वर के बच्चे सीखना है കൃപാസനത്തിലേക്കുള്ള വഴിയാ ഞാൻ പഠിപ്പിക്കുന്നത്. कि कृपासनगन का जो നിങ്ങൾ मार्ग മുഴുകാൽ है, മടക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് आपको पहला जो कदम करना നിങ്ങളുടെ है, ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റുപറയണമെന്ന്. आपका जीवन के पाप को अंगीकार करना है. ഇതേ തൊടാതെ മുന്നോട്ട് കയറാൻ പറ്റത്തില്ല. ഇതേ തൊടാതെ മുന്നോട്ട് കയറാൻ उसे പറ്റത്തില്ല. बिना छुए आप आगे नहीं जा सकता. ആദ്യം ചെയ്യേണ്ടത് पहला जो करना है കാൽവറി ക്രൂശിന്റെ അടുക്കലേക്ക് ചെല്ലുക. कि कालवरी सूली के पास जाना ക്രൂശിൽ है. നിന്ന് ഒഴുകുന്ന ആ രക്തത്താൽ ഒന്ന് കഴുകൽ പ്രാപിക്കുക. सूली से जो पाया हुआ जो लहू किससे शुद्ध होना है. നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടോ? आपको मदद चाहिए क्या? ആദ്യം ചെയ്യേണ്ടത് पहला जो करना है, മുട്ടുമടക്കിയിട്ട് പറയുക, घुटना टेक के कहना है, കർത്താവിന്റെ പാപം ക്ഷമിക്കണമേ, परमेश्वर मेरे पापों को क्षमा कर, പാപം ക്ഷമിക്കണമേ. मेरे पापों को क्षमा कर. ഒന്ന് എക്സാമിൻ ചെയ്യണം. अपने आप को അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങൾ जानबूझ के अनजाने में जो നമ്മുടെ किया पाप, ജീവിതത്തിലുണ്ട് കേട്ടോ. പാപത്തെ ചെറുതായി കാണരുത്. पाप को छोटा नहीं समझना പഴയ है. നിയമത്തിലും പുതിയ നിയമത്തിലും പാപത്തോടുള്ള ദൈവത്തിന്റെ സമീപനം സെയിം. कि पुराना नियम और नया नियम पाप के साथ जो परमेश्वर का सामने एक ही है. ഏറ്റു പറഞ്ഞാൽ अगर हम स्वीकार करते हैं ശുദ്ധീകരിക്കുമെന്ന് മാത്രം. और हमें शुद्ध करेगा. സോ അതുകൊണ്ട് പുതിയ നിയമമാണെന്ന് ഓർത്തോണ്ട് പാപത്തെ ഹൽക്കയായിട്ട് കാണരുത്. नया नियम बोल के पाप को हल्के में नहीं लेना है. You need a help from the throne of grace. अगर आपको कृपा का सिंहासन से मदद चाहिए, The first step is not the throne of grace. आपका पहला कदम सिंहासन नहीं है. You should start it from the altar of sacrifice. आपको बलि पीठ से शुरू करना है. ആ യാഗപീഠത്തിൽ നിന്ന് उस बलि पीठ से അടുത്ത സ്റ്റെപ്പ് എന്താ? अगला कदम क्या है? അവിടെ ഒരു താമ്ര തൊട്ടി വെച്ചിട്ടുണ്ട്. वहाँ एक पीतल का पीतल का एक ബർത്തൻ बर्तन रखा है. ഒരു താമ്ര തൊട്ടി വെച്ചിട്ടുണ്ട്. ഇത് സമാഗമന കൂടാതെ കേട്ടോ. एक मेल मिला का संदूक है. ഇത് താമ്ര തൊട്ടി. അതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നു. उसके अंदर पानी डालकर रखा ഈ है. വെള്ളം ये पानी പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ये पवित्र आत्मा को दिखाता है. കാണിക്കുന്ന किसको दिखाता है? ഓക്കെ താമ്ര തൊട്ടിയിലെ വെള്ളം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. और जो कमल का जो बर्तन है उसके अंदर യേശുവിന്റെ पानी है, രക്തത്താൽ पवित्र आत्मा को ശുദ്ധീകരിക്കപ്പെട്ട് दिखाता है. കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് यीशु मसीह के लहू से शुद्ध होने के बाद अगला कदम जो है പരിശുദ്ധാത്മാവിന്റെ സഹിതമാണ് കേട്ടോ. कि पवित्र आत्मा का साथी है. കൃപാസനത്തിന്റെ അടുക്കലേക്ക് നിന്നെ പൊക്കിക്കൊണ്ടുവന്ന് ആരാന്നറിയാമോ? कृपासन के पास तुझे उठा के कौन जाता है? പരിശുദ്ധാത്മാവാണ്. पवित्र आत्मा है. ആത്മാവിലല്ലാതെ बिना आत्मा के, കൃപാസനത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. कि बिना आत्मा के तो कृपासन में नहीं जा सकते. താമ്ര തൊട്ടി. दूसरा है कि ഇതൊക്കെ വിശദീകരിക്കേണ്ടതാ. ये सब बताना है. എബ്രായ ലേഖനകർത്താവ് പറഞ്ഞു ഇതൊക്കെ വിശദീകരിക്കേണ്ടത്, പക്ഷെ സമയം പോരാന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനും പറയുക. अब्राहम में इस प्रकार कहते हैं इन सब के लिए समय नहीं, तो उसी प्रकार मैं भी कहता हूँ താമ്ര തൊട്ടി कि जो पीतल का जो बर्तन है, ഈ താമ്ര തൊട്ടി സമാഗമന കൂടാരത്തിൽ ഒരു ചെറിയ തൊട്ടിയായിരുന്നു കേട്ടോ. कि ये एक छोटा बकेट है. പഴയ നിയമത്തിൽ അങ്ങനെ पुराने में ऐसा है അളവ് വളരെ കുറവായിരുന്നു. कि नाप बहुत कम है. പിന്നെ ദാവീദ് ദർശനം കണ്ടപ്പോൾ ദാവീദ് മനസ്സിലായി ഈ തൊട്ടി ഒന്നും പോരാ, ഇച്ചിരി വലിയ ഒരെണ്ണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. दावीद जब दर्शन देखो, दावीद को पता हेलो। है जो बकेट बहुत छोटा है इसे बड़ा बनाना है. അപ്പൊ ദാവീദ് സ്കെച്ച് വരച്ചു കൊടുത്തപ്പോ ശലോമോന് വരച്ചു കൊടുത്തോടെ മോനെ തൊട്ടി ഒന്നും പോരാ കേട്ടോ, പരിശുദ്ധാത്മാവിനെ തൊട്ടിയിൽ ഒതുക്കരുത്, നമുക്ക് ഇച്ചിരി വലുത് പണിയാന്ന് പറഞ്ഞു. बोला कि हमें क्या है कि छोटे से बर्तन में एक बड़ा बनाना है पवित्र आत्मा के लिए. വെളിപ്പാടിന്റെ ആ വർധനവാ वो प्रकाशन का ദാവീദിന് बढ़ोतरी है. കുറച്ചുകൂടെ റെവലേഷൻ കിട്ടി. दावीद को और प्रकाशन मिला. എനിക്കൊന്ന് മോശയെക്കാട്ടിലും കൂടുതൽ പരിശുദ്ധാത്മാവിനെ ഒരുപക്ഷെ അനുഭവിച്ച ദാവീദ് അല്ലേ? मुझे लगता है कि मूसा से भी ज्यादा पवित्र आत्मा का अनुभव किया दावीद He है. was a worshipper. वो आराधना करने वाला ആത്മാവിനെ था. അനുഭവിച്ചവനാ. वो आत्मा को अनुभव അവൻ करता പറഞ്ഞു, था. തൊട്ടിക്ക് വലുപ്പം വേണമെന്ന് പറഞ്ഞു. उसने बोला जो बर्तन है वो बड़ा होना നമ്മളും चाहिए. പറയണം തൊട്ടിക്ക് വലുപ്പം വേണം കേട്ടോ. हमें बोलना है कि बर्तन बड़ा होना चाहिए, പരിശുദ്ധാത്മാവിനെ ഒതുക്കി നിർത്തരുത്. कि पवित्र आत्मा को रोक के नहीं അപ്പൊ रखना है. ശലോമോന്റെ കാലത്ത് सुलेमान के ഒരു समय में വലിയ ടാങ്ക് അങ്ങ് ഉണ്ടാക്കി. एक बहुत बड़ा टैंक ही बनाया എന്നിട്ട് അതിനെ താമ്ര കടൽ എന്ന് പേരിട്ടു. और उसका जो नाम है डाला कि പീതൽ കാ पीतल का समुद्र. അത് താമ്ര കടലാണോ? समुद्र है क्या? അല്ല, नहीं, ടാങ്കാ. टैंक है. പക്ഷെ കടലിൽ നിന്ന് എന്തിനാ പേരിട്ടത്? फिर समुद्र क्यों नाम डाला? കാരണം कारण ദർശനം കണ്ട ദാവീദിനറിയാം दर्शन जो देखा ഇത് दावीद जानते हैं തൊട്ടിയിൽ ഒതുങ്ങുന്ന വെള്ളമല്ല, ये जो ഇത് അളക്കാൻ बकेट में പറ്റാത്ത വെള്ളം കടലിൽ നിന്ന് പേരിടാൻ പറ്റത്തുള്ളൂ. ये जो नाप नहीं सकते वैसा पानी है. പക്ഷേ കടല് ജെറുസലേം ദേവാലയത്തിൽ ഒതുങ്ങുമോ? क्या जो नदी है जेरूसलम मंदिर में रुकेगा അതുകൊണ്ട് क्या? ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് കടലിൽ നിന്ന് പേരിട്ടു. इसके लिए टाकी बना के नदी डाला. ഇനി എന്താ ചെയ്തെന്ന് അറിയാമോ? फिर क्या किया? ഇതിനെ 12 കാളയുടെ പുറത്തായി ഇരുത്തിയത്. इसको 12 बैलों के ऊपर बिठाया 12 കാളെ ഇങ്ങനെ പുറംതിരിഞ്ഞ് നിർത്തി. कि 12 जो बैल है पीछे की ओर रुके रुका ഉണ്ടാക്കിക്കോ. बनाया है.
മുമ്മൂന്ന് കാള ഓരോ ഡയറക്ഷനിലേക്ക്. 3 जो बैल है एक डायरेक्शन അതിന്റെ में, മേളിലാണ് ഈ താമ്രക്കടൽ വെച്ചിരിക്കുന്നത്. और उसके ऊपर जो है ये जो नदी जो പ്രസംഗിക്കേണ്ട കാര്യമാണ്. ഈ കാളയെ എങ്ങനെ നിർത്തിയത്? പുറം തിരിഞ്ഞ്. ഇവിടെയാണ് ഭാരം വരുന്നത്. ये बैल को कहाँ रखे? उसके पीठ पर बोझ കാളയുടെ रखा തല है, മുൻപോട്ടാണ്. उसका जो सिर आगे है. കാളയുടെ കൊമ്പിലല്ല താമ്രക്കടൽ ഇരിക്കുന്നത്, തലയിലല്ല ഇരിക്കുന്നത്, മുതുകിലാ. कि बैल का सिंग के ऊपर नहीं, पीठ पे है जो बेटा है. സബ്മിഷനെ കാണിക്കുന്നത് കേട്ടോ. ये जो समर्पण को दिखाता है, നമ്മുടെ തലയിലല്ല, നമ്മുടെ മുതുകിൽ അല്ലേ. ഹല്ലേലൂയ. हमारे सिर पे नहीं, हमारे पीठ पे. കീഴടങ്ങലിനെ കാണിക്കുന്നത്. वो हमारा सबमिशन को दिखाता है. ശലോമോന്റെ ടെക്നോളജി ഇച്ചിരി കൂടി ഡെവലപ്ഡ് ആയിരുന്നു. उसका जो टेक्नोलॉजी और डेवलप्ड था. ശലോമോന്റെ ടെക്നോളജിയിൽ सुलेमान का जो ഈ टेक्नोलॉजी है, ടാങ്കിന്റെ അകത്തുനിന്ന് ये टाकी के अंदर से കാളയുടെ മുതുകിന്റെ അകത്തൂടെ जो बैल का जो कमर से ഒരു പൈപ്പ് പോലെ ഒരു ചാലിട്ടിരിക്കുക. एक पाइप के जैसे एक चाल डाला അത് है, വയറ്റിന്റെ അകത്തൂടെ ഒഴുകി वो पेट में से जाके വായു കൂടെ വെള്ളം വരുന്ന സിസ്റ്റർ मुंह से पानी जैसे आता था. സലോമോന്റെ ബുദ്ധിയൊക്കെ ഭയങ്കരമായിരുന്നു. താമ്രക്കടയിൽ നിന്ന് വെള്ളം ഒഴുകി വരിക. എങ്ങോട്ട് ഒഴുകി വരുന്നത്? और जो पीतल का नदी से पानी बह के आता है, ഒഴുകി വായിക്കൂടെ വെളി വരിക. वो पेट के अंदर से जाके मुंह से बाहर आता അതുകൊണ്ടാണ് है. യേശു കർത്താവ് പറഞ്ഞത്, इसलिए यीशु मसीह ने എന്നിൽ कहा, വിശ്വസിക്കുന്നവന്റെ വയറ്റിൽ നിന്നും ഒഴുകുന്നു. इसलिए यीशु मसीह ने बोला जो मुझे विश्वास करे वो पेट के अंदर से ഉള്ളിൽ आएगा. നിന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം വയറ്റിൽ നിന്നാ. ഈ കാഴ്ചയാ കേട്ടോ. अंदर से मतलब है पेट में से. ഈ താമ്രക്കടലിലൂടെ ഒഴുകുന്ന വെള്ളം കാളയുടെ വയറ്റിൽ കൂടെ വന്ന് വായിക്കൂടെ പുറത്തു വരുന്നു. ये ഹല്ലേലൂയ. जो पीतल का जो नदी से जो पानी आता है उसके बैल के पेट के अंदर से आके मुंह से बाहर आता അപ്പൊ है. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് ഒരു വിശാലമായ ഒരു ദർശനം ശലോമോൻ ഉണ്ടായിരുന്നു. तो पवित्र आत्मा कार्य के बारे में सुलेमान को एक बहुत बड़ा प्रकाशन मिला. ശലോമോന് ശേഷം सुलेमान के बाद സെക്കറിയാവ് വെളിപ്പാട് കണ്ടപ്പോൾ सकरिया ने जब प्रकाशन देखा, സെക്കറിയാവ് എന്താ പറഞ്ഞെന്നറിയാമോ? सकरिया ने क्या कहा? അല്ല, രണ്ട് ഒലിവ് വൃക്ഷങ്ങൾ നിൽക്കുകയാ. कि 2 जैतून का वृक्ष पड़ा है, അതിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഓവങ്ങ് കീറിയേക്കുകയാ. कि उसमें से डायरेक्ट ഒരു एक रास्ता ചാനൽ निकाला है, വെച്ചേക്കുകയാ. एक चैनल बनाया എണ്ണ है, ഇങ്ങനെ ഒഴുകി വന്നോണ്ടിരിക്കുക. कि जो तेल ऐसे बहते रह रहे, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അളക്കാൻ പറ്റാത്തതാണെന്ന് ഒന്നുകൂടെ വെളിപ്പെടുത്തുകയാ. कि पवित्र आत्मा का कार्य जो है वो नापा नहीं जैसे थे, फिर से वो बताता है. നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ സിംഹാസനം, കൃപയുടെ സിംഹാസനത്തിന്റെ അടുക്കൽ ചെല്ലണമോ? आपको अनुग्रह के सिंहासन के पास जाना है क्या? ഒന്നാമത്തെ പടി पहला जो कदम, സാക്രിഫൈസ്, ആൾട്ടറിന്റെ അടുക്കൽ ചെല്ലുക. पहला जो है बलि के पास जाना യേശുവിന്റെ है, ക്രൂശിന്റെ അടുക്കൽ. यीशु के खुसूली के पास. രണ്ടാമത്തെ പടി दूसरा जो बात, പരിശുദ്ധാത്മ നദിയിലേക്ക് നിങ്ങൾ നടന്നു. पवित्र आत्मा का नदी में उतरना है, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ എടുക്കപ്പെടട്ടെ. कि पवित्र आत्मा से हम उठाया जाए. ആത്മാവിനാൽ ടച്ച് ചെയ്യപ്പെട്ടാൽ आत्मा से अगर छुआ गए, ഇവിടെ ഒരു കർട്ടൻ കിടപ്പുണ്ട് കേട്ടോ. वहाँ एक पर्दा ആ है, കർട്ടൻ മാറ്റിയിട്ട് നിനക്ക് അകത്തോട്ട് കയറാം. वो पर्दा हटा के तो अंदर जा सकते हैं. പേരാണ് വിശുദ്ധ സ്ഥലം. उस जगह का नाम है पवित्र ഈ जगह. വിശുദ്ധ സ്ഥലത്ത് പല കാര്യങ്ങൾ ഇരിപ്പുണ്ട്. वहाँ बहुत सारी चीजें रखा है. ഇവിടെ 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 കാഴ്ചയപ്പത്തിന്റെ മേശ ഇരിപ്പുണ്ട്. वहाँ रोटी का मेज रखा है. ആ ഇങ്ങപ്പുറത്തായിട്ട് ഒരു നിലവിളക്ക് ഇരിപ്പുണ്ട്. वहाँ एक कैंडल स्टैंड है. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് उसके आगे ഒരു ധൂപപീഠം ഇരിപ്പുണ്ട്. धूपदानी का पीठ रखा है. ടേബിൾ, ആൾട്ടർ ഓഫ് എന്താ പറഞ്ഞ ഇൻസെൻസ്. ഹല്ലേലൂയ. ധൂപപീഠം ഇരിപ്പുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ഹോളി പ്ലേസിലാണ് ഇരിക്കുന്നത്. ये तीनों पवित्र स्थान में रखा है. കൃപാസനത്തിൽ അടുക്കലേക്ക് ചെല്ലുന്നതിന്റെ അടുത്ത സ്റ്റെപ്പ്. कृपासन के सिंहासन के पास जाने का अगला स्टेप. ഞാൻ എളുപ്പം അങ്ങ് പറഞ്ഞു വിട്ടാല് ഇവിടെ ഒരു വെയിലുണ്ട് കേട്ടോ. ഒരു വെയിലുണ്ട്. उधर भी एक पर्दा है. ഈ വെയിൽ കടന്ന് അപ്പുറം കയറിയെങ്കിൽ മാത്രമേ കൃപാസനം കാണത്തുള്ളൂ. वो पर्दा के उस पार जाएगा तो भी कृपासन देख പക്ഷേ सकते എങ്ങനെ हैं. കാണണം എന്നറിയാം? അതിന്റെ वो कैसे जाना है? തൊട്ടുപുറകിൽ उससे पीछे ധൂപദാനി കാ जो टेबल रखा है. धूपदानी का टेबल വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടു വെളിയിൽ എന്താ വെച്ചിരിക്കുന്നത്? उसके बाहर क्या रखा है? ധൂപപീഠം വെച്ചിരിക്കുക. धूपदानी का टेबल रखा है. വർഷിപ്പ് എന്നർത്ഥം കേട്ടോ. उसका अर्थ है आराधना. ഈ സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് മേളോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ये स्टेप के बाद आगे जाता है. ഹലോ, പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? യാഗപീഠം, ये बलिपीठ, പരിശുദ്ധാത്മാവ്, पवित्र आत्मा, ആരാധന. आराधना. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ മുഴങ്കാൽ മടക്കുമ്പോൾ आपके प्रार्थना के कमरे में जो आप घुटने टेकते you हैं, have to start with आपको स्टार्ट करना you है. have to start with cleansing yourself. अपने आप को शुद्ध करके शुरू करना है. Get cleansed with the blood of Jesus. हम यीशु मसीह के लहू से शुद्ध യേശുവിന്റെ होना है. രക്തത്താൽ ഒന്ന് ശുദ്ധീകരിക്കപ്പെടണം. यीशु के लहू से शुद्ध होना है. അങ്ങനെ ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ वैसे शुद्ध होने के बाद പരിശുദ്ധാത്മാവ് നിങ്ങൾ ചലിക്കാൻ തുടങ്ങും. पवित्र आत्मा हमें काम करेगा. പരിശുദ്ധാത്മാവ് ചലിച്ചാൽ पवित्र आत्मा काम करेंगे. അടുത്ത പടി എന്താണെന്നറിയാമോ? अगला स्टेप क्या है? മനസ്സ് തുറന്ന് ആരാധിച്ചു. मन खोल के നീ आराधना कर. അറിയാതെ കൃപാസനത്തിന്റെ അടുക്കലെത്തും.
तू बिना जाने कृपा सिंहासन നീ के पास അറിയാതെ जाएगा കൃപാസനത്തിന്റെ അടുക്കലെത്തും. तू बिना जाने कृपा का सिंहासन के पास കൃപാസനത്തിൽ पहुंचेगा നിന്ന് നിന്റെ സൗഖ്യമുണ്ടാകും. वहां तेरा चंगाई होगा കൃപാസനത്തിൽ നിന്ന് വിടുതലുണ്ടാകും. वहां तेरा छुटकारा ഒരു होगा നല്ല പ്രോപ്പർ മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. एक अच्छा प्रॉपर मेथड में बता रहा നിങ്ങൾക്ക് हूं സഹായം കിട്ടാൻ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള മെത്തേഡാ പറഞ്ഞു തരുന്നത്. आपको मदद के लिए कृपा का सिंहासन के पास जाने का നിങ്ങൾ मेथड बता रहा हूं പ്രാർത്ഥിക്കാനിരുന്നാലും अब जब भी प्रार्थना करने ആദ്യം बैठे തുടങ്ങേണ്ടത് पहला जो शुरू करना है പാപങ്ങളെ ഏറ്റുപറയുക. पापों को अंगीकार करो അല്ല, പാപങ്ങളെ ഏറ്റുപറയുക ആദ്യം തുടങ്ങേണ്ടത്. पहला जो करना है ലിസൺ മീ പാപങ്ങളെ ഏറ്റുപറയുക. पापों को अंगीकार करो ഞാൻ റൂഡി ലാക്ക് എന്ന് പറഞ്ഞ ദേവദാസന്റെ ഒരു പുസ്തകം വായിക്കാനിടയായിട്ടുണ്ട്. पास में रूडी लाट बोल के एक पास में परमेश्वर दास का ബ്രേക്ക് किताब ത്രൂ എന്ന് പറയുന്ന ഒരു പുസ്തകം. द ब्रेक थ्रू बोल के नाम ആ है പുസ്തകത്തിൽ അദ്ദേഹം എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? उसमें क्या लिखा है അദ്ദേഹം വൈവാമിലുണ്ടായിരുന്ന കാലത്ത് when he was with വൈവാം, जब वो वैवाम के साथ था he was a വൈവാം മിഷണറി, वो वैवाम का मिशनरी था യൂത്ത് വിത്ത് എ മിഷൻ. വൈവാമിന്റെ മിഷണറി ആയിരുന്നു റൂഡി ലാക്ക്. അവരുടെ ടീം പ്രയർ എങ്ങനെ ആയിരുന്നു അറിയാമോ? ഫസ്റ്റ് സ്റ്റെപ്പ് उनका टीम प्लेयर कैसा था पहला कदम ഹല്ലേലൂയ, പാപങ്ങളെ ഏറ്റുപറയും. पापों को अंगीकार करना പാപങ്ങളെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് വെളിപ്പെടും. कि जब पापों को स्वीकार करता है तो पवित्र आत्मा का അതാ അടുത്ത उत्तर आता है ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. पवित्र आत्मा काम करने ഹോളി लगेगा സ്പിരിറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ पवित्र आत्मा जब काम करेगा വർഷിപ്പ് ചെയ്യാൻ തുടങ്ങും. आराधना करना शुरू വർഷിപ്പ് करेगा ചെയ്യാൻ തുടങ്ങുമ്പോൾ जब आराधना करेगा ദൈവം ഇന്റർസീഡ് ചെയ്യാനുള്ള ആത്മാവിനെ തരും. कि परमेश्वर इंटरसीड करने का ദൈവം आत्मा കാര്യങ്ങൾ देगा വെളിപ്പെടുത്തും. परमेश्वर बातों को प्रकट करेगा ഇതാ പ്രോപ്പർ സ്റ്റെപ്പ് കേട്ടോ. ये है प्रॉपर स्टेप നല്ല മെത്തേഡാണത്. ये अच्छा मेथड है അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. उसने क्या कहा ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുക. एक दिन प्रार्थना करने के सब लोग इकट्ठा हुआ എത്ര പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നില്ല. कितना भी पापों को स्वीकार करने के बाद भी Presence of God, देव परमेश्वर का सानिध्य प्रकट नहीं हो रहा है പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തോന്നലല്ല കേട്ടോ. कि परमेश्वर का आत्मा का सानिध्य जो है एक अनुभव है ലോക മനുഷ്യർക്ക് ദൈവം നിങ്ങളോടൊക്കെ സംസാരിക്കും. എങ്ങനെ സംസാരിക്കും? दुनिया वाले पूछे परमेश्वर कैसे बातें करेंगे ഹല്ലേലൂയ. कि आपको पता नहीं कि ദൈവ हमारी സാന്നിധ്യം हकीकत है അവർ ചോദിച്ചു എന്താ ഇന്ന് ദൈവ സാന്നിധ്യം വെളിപ്പെടാഞ്ഞത്? वो पूछे क्यों आज परमेश्वर सानिध्य Listen प्रकट me. नहीं हुआ എന്താ ദൈവ സാന്നിധ്യം വെളിപ്പെടാഞ്ഞത്? क्यों प्रकट नहीं हुआ എല്ലാവരും പ്രാർത്ഥിക്കുക. सभी लोग प्रार्थना कर ആ रहे हैं കൂട്ടത്തിൽ നിന്ന് ഒരു സഹോദരൻ ഏറ്റു പറഞ്ഞു, उसमें से एक भाई ने कहा സഹോദരങ്ങളെ, ഞാൻ ഇന്ന് മെസ് ഹോളിൽ ഒരു ചെറിയ തെറ്റ് ചെയ്തു. मैंने आज मेस हॉल में एक छोटी सी गलती किया മെസ് ഹോളിൽ ഒരു ചെറിയ തെറ്റ് ചെയ്തു. एक छोटी सी गलती की मेस हॉल നമ്മളൊക്കെ में ഇതിക്ക് അതൊക്കെ തെറ്റാണ്. हम वो जो गलती है क्या എന്താ തെറ്റ് ചെയ്തെന്ന് അറിയാം? क्या गलती किया ഹല്ലേലൂയ. നമ്മള് എന്താ പറഞ്ഞത്, മെസ് ഹോളിൽ കഴിക്കാൻ ചെന്നപ്പോ जब मेस हॉल में खाना खाने നമ്മുടെ गया എണ്ണത്തിനനുസരിച്ച് ആപ്പിൾ അവിടെ വെച്ചിരുന്നു. हमारा गिनती के हिसाब से एप्पल रखा था ആരോ എക്സ്ട്രാ ഒരെണ്ണം എടുത്തു. कोई तो एक्स्ट्रा एक लिया അതുകൊണ്ട് ഒരാപ്പിൾ കുറവായിരുന്നു. इसके लिए एक एप्पल कम था ഞാൻ നോക്കിയപ്പോൾ ഒരാപ്പിൾ മാത്രമേ ടേബിളിലുള്ള രണ്ടു പേർക്ക് കഴിക്കാനുണ്ട്. ഞാൻ ഓടിപ്പോയി ആപ്പിളിങ് എടുത്തു. ഇതിനു വേണ്ടി ഹല്ലേലൂയ, എനിക്ക് കിട്ടണം അല്ലേ? നമ്മളും അങ്ങനെയൊക്കെ ചെയ്യും ചിലപ്പോൾ. तो मैं देखा एक ही एप्पल था, दो लोग बाकी थे, मैं भाग के जाके एप्पल उठाया क्योंकि मुझे खाना था ഇത്രയും ചെറിയ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് വെളിപ്പെട്ടില്ല. पवित्र आत्मा का जो सानिध्य प्रकट नहीं हुआ ഹലോ, ആ ദൈവം പൈതൽ അത് ഏറ്റുപറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാ, ഞാൻ എടുത്തത് കൊണ്ട് എന്റെ സഹോദരൻ അത് കിട്ടിയില്ല. उसने स्वीकार करके बोला मैंने उठाया बोल के मेरे भाई को नहीं मिला ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ എന്തോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. पीछे दिन जब पासवान घर पे बात होती कुछ बात बोला ടേബിൾ മാനർ എന്താണെന്നറിയാം? एक प्रॉपर टेबल मैनर्स क्या है ആദ്യം എടുക്കുന്നവരിങ്ങനെ തിരിഞ്ഞിരുന്ന് ഏറ്റവും വലിയ പീസ് എടുക്കരുത്. कि पहला जो लेते हैं सबसे बड़ा पीस നാച്ചുറൽ लेना है ഇൻസ്റ്റിന്റ് അതായത് ഇങ്ങനെ നോക്കിയിട്ട് ഏറ്റവും വലിയ പീസ് നമ്മൾ എടുക്കും. हम सबसे बड़ा पीस लेते हैं അത് ലോകമനുഷ്യരിട്ട് ദൈവമക്കൾ അങ്ങനെ ആകരുത്. ഏറ്റവും ചെറിയ പീസ് നമ്മൾ എടുക്കണം. कि परमेश्वर सबसे छोटा पीस लेना है ലാസ്റ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല വലിയ പീസ് കിട്ടിയാൽ അതിന്റെ അർത്ഥം നമ്മളൊക്കെ ഭയങ്കര മെച്ചൂർ ക്രിസ്ത്യൻസ് എന്നാ. क्या अगर लास्ट में जो लेने वाले के एक अच्छा पीस में उसका मतलब हम लोग मैच्योर्ड है എന്താ പാസ്റ്റർ ഈ പറയുന്നത്? ഞാൻ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാ പറയുന്നത്. मैं प्रैक्टिकल बातें कर रहा ഭാഷ സ്തുതിയും ഒക്കെ കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ലൈഫ് ഉണ്ട് കേട്ടോ. അത് हूं अन्य भाषा और धन्यवाद के बाद भी एक मसीह जीवन है അത് ജീവിതത്തിൽ തെളിയിക്കേണ്ടത് അല്ലേ? और जीवन में प्रकट करना है അതില്ലേ പിന്നെ എന്ത് ക്രിസ്ത്യ ജീവിതമാണ്? अगर वो नहीं तो क्या मसीह जीवन है और रूपांतर അപ്പോൾ റൂഡിലാക്കിന്റെ പുസ്തകത്തിൽ रूडी എഴുതിയിരിക്കുന്നു. लाख का किताब में लिखा है ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? क्या लिखा है എനിക്കൊന്ന് റിങ്കി അത് വായിക്കാൻ കൊണ്ടുപോയായിരുന്നു. വായിച്ചായിരുന്നു ബ്രേക്ക് ത്രൂ? റിങ്കി വായിച്ചായിരുന്നു. ഇപ്പൊ അത് റോഹിണി സിസ്റ്റർ കയ്യിലുണ്ട്. ബ്രേക്ക് ത്രൂ വായിച്ചോ സിസ്റ്ററെ? ഹല്ലേലൂയ. തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ബ്രേക്ക് ത്രൂ എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. റോഹിണി സിസ്റ്റർ വായിച്ചു കഴിയുമ്പോൾ വേറെ ആർക്കെങ്കിലും തരാം. ठीक है? ഹല്ലേലൂയ. വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. अच्छे किताब पढ़ना है എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? क्या लिखा है उसमें ആ ഒറ്റ ചെറിയ തെറ്റ് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ वो एक छोटी गलती जब उसने स्वीकार किया एक झटके में അന്തരീക്ഷം മാറി. अंदर जो है പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് ഇറങ്ങി വന്നു. पवित्र आत्मा का सानिध्य उतर आया നമ്മുടെ ജീവിതത്തിൽ हमारे जीवन നമ്മൾ में ചിലത് ഏറ്റു പറയാതെ റിസർവ് ചെയ്ത് വെക്കുമ്പോൾ हम जो बिना अंगीकार के पकड़ कर रखता है കൃപാസനത്തിനടുക്ക് ചെല്ലാൻ പറ്റത്തില്ല. हमें कृपा का सिंहासन के पास नहीं जा ആ सकते വഴി കാണാതെ ഇങ്ങനെ മൂടിക്കിടക്കും. वो
वो जो मार्ग नहीं दिखे പക്ഷേ ऐसा once നിങ്ങൾ पर्दा पड़ा रहेगा। ആൾട്ടറിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് जब हम बलिपीठ के पास जाता है, സാക്രിഫൈസ് ബലിപീഠത്തിന്റെ അടുക്കലേക്ക് ബലിപീഠ के पास ചെന്നിട്ട് जाके ഒന്ന് കഴുകിയാൽ अपने आप को धोए, വെക്കേണ്ടതൊക്കെ ടേബിളിൽ വെച്ചാൽ जो भी रहेगा सब टेबल पर रखे, ഹല്ലേലൂയ ശുദ്ധീകരണത്തോടു കൂടെ शुद्धि के साथ നിങ്ങൾ മുന്നോട്ട് നടന്നാൽ आप आगे चलेंगे। you will experience the leading of Holy Spirit. आप पवित्र आत्मा का अनुभव से आगे बढ़ेंगे। അടുത്ത വെയിലിന് തൊട്ട് മുമ്പേ अगला there is another altar. पर्दे से पहले There is another altar. दूसरा एक अल्टर है, Altar of incense. अल्टर ऑफ इंसेंस, ആരാധനയുടെ altar. वो आराधना നീ का अल्टर അറിയാതെ है। സ്തുതിക്കാൻ തുടങ്ങാം. तू बिना जाने നീ അറിയാതെ आराधना करना शुरू ആരാധിക്കാൻ करेगा। തുടങ്ങും. നീ ദൈവത്തിന്റെ ഗ്ലോറിക്കകത്ത് കയറിയത് എപ്പോഴാന്ന് പോലും മനസ്സിലാകത്തില്ല. तू परमेश्वर की महिमा में कभी प्रवेश हो तुझे भी पता नहीं चलेगा। തിരിച്ചിറങ്ങി വരുമ്പോൾ जब तू उतर आएगा സൗഖ്യത്തോടെ चंगाई के साथ, വിടുതലോടെ ഇറങ്ങി വരും. ഒന്ന് छुटकारे के ഏൽപ്പിച്ചു साथ കൊടുക്കാൻ ഈ आएगा। പകൽക്കാലം റെഡിയാണോ? ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണോ? अपने आप को समर्पण करने को तैयार കർത്താവിനെ है क्या? സ്തുതിക്കാൻ പോകുക. हम परमेश्वर को എല്ലാവരും धन्यवाद ഒന്ന് देने जा ചേർന്ന് रहे हैं। എഴുന്നേറ്റ് നിന്നാട്ടെ. हाँ, सभी लोग एक साथ खड़े हो ഒന്ന് जाइए। പ്രാർത്ഥിക്കാൻ പോകുക. हम प्रार्थना करने जा रहे हैं। പകൽക്കാലം ആരംഭത്തിൽ തന്നെ आरंभ में ही നമ്മളെപ്പോൾ വർഷിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ हम कुछ समय आराधना करने से पहले നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ. अपने आप को समर्पण करो। Can you examine your life? हम अपने आप को परख के ജീവിതത്തെ देखिए, ഒന്ന് ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. जीवन को एक बार शुद्धिकरण करें। അറിഞ്ഞും അറിയാതെ ചെയ്ത പാപങ്ങളെ ഏറ്റു പറയുമോ? जानबूझ के अनजाने में क्या पापों को स्वीकार करो। ഏതെങ്കിലും മേഖലയിൽ कोई भी मंडल में കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് മടങ്ങി വരുവാനുണ്ടെങ്കിൽ, कि अगर परमेश्वर जो चाहते हैं उस मंडल കർത്താവ് में लौट आना ആഗ്രഹിക്കുന്ന है, കുഞ്ഞുങ്ങൾ तो വന്നാട്ടെ, കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് മടങ്ങി വരുവാനുണ്ടെങ്കിൽ परमेश्वर जैसा चाहते हैं वैसे लौट आना चाहे तो പറഞ്ഞാട്ടെ എന്നെ ശുദ്ധീകരിക്കണം. बोलो मुझे शुद्ध कर। ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കാൽവറി ക്രൂശിൽ ഞാൻ ആശ്രയിക്കുന്നു. परमेश्वर तेरे कालवरी के सूली पे मैं എന്റെ समर्पण करता ജീവിതത്തിൽ हूं। പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുവാൻ തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ मेरे जीवन में पवित्र आत्मा का नदी बहने में कोई भी रुकावट है तो എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. मुझे या शुद्ध कर, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. मुझे शुद्ध कर। എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു. हर एक जन प्रार्थना करें। താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഞാൻ പൊടി എന്നുള്ളത് നീ ഓർക്കണമേ. परमेश्वर में धूल है तू याद करना। ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. मैंने बहुत गलती किया है। അറിഞ്ഞും അറിയാതെയും എന്റെ തെറ്റുകളെ ക്ഷമിക്കണം. जानबूझ के अनजाने में जो किया गलतियों को माफ करना। ഞാൻ നിന്റെ പൈതലാണല്ലോ. मैं तेरे बच्चे हैं, ഞാൻ നിന്റെ മകനാണല്ലോ. मैं तेरा बेटा हूँ, എന്നെ തള്ളിക്കളയരുത്. मुझे ठुकराना नहीं। സങ്കീർത്തനക്കാരൻ ഇന്ന് രാവിലെ നാം വായിച്ച സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ, आज जैसे सुबह जो हमने किया भजन गीता गाया उसमें गाया കർത്താവേ, ഞാൻ നിന്റെ ദാസനാണ്. कि परमेश्वर मैं तेरा दास हूँ। പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാർ എപ്പോഴും പറഞ്ഞു, ഞാൻ നിന്റെ ദാസനാണ്. पुराने नियम भजन सहित हमेशा कहते हैं मैं तेरा दास ഞാനൊരു हूँ। വചന വെളിപ്പാട് പറയാ. मैं एक वचन का प्रकाशन പുതിയ कहता हूँ। നിയമത്തിൽ നമ്മൾ പറയുന്നത്, ये नया नियम हम कहते हैं ഞാൻ നിന്റെ മകനാ, मैं तेरा बेटा हूँ, ഞാൻ നിന്റെ മകളാ. मैं तेरी बेटी हूँ। പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞോട്ടെ, അവർ ദാസരാണ്. पुराने नियम बोले थे मैं दास हूँ। പുതിയ നിയമത്തിൽ ഒരർത്ഥത്തിൽ നമ്മൾ കർത്താവിന്റെ ദാസരാണ്. नया नियम में एक बात से हम परमेश्वर का दास हैं, പക്ഷേ लेकिन പുതിയ നിയമത്തിൽ ഒന്നുകൂടെ അടുപ്പമുള്ള ഒരു അവകാശം നമുക്കുണ്ട്. कि नया नियम में और एक पास का एक हक है, ഞാൻ നിന്റെ സന്താനമാണ്. मैं तेरे संतान हूँ। കർത്താവേ, എന്നെ കൈവിടരുതേ. परमेश्वर मुझे छोड़ना नहीं, എന്നെ കൈവിടരുത്. मुझे त्यागना नहीं, എന്നെ ഉപേക്ഷിക്കരുത്. मुझे त्यागना नहीं। എന്റെ ജീവിതത്തെ പണിയണമേ. मेरे जीवन को बनाना, ശത്രുവിന്റെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. शत्रु की इच्छा के लिए मुझे छोड़ मत देना। എനിക്ക് സഹായം ആവശ്യമാണ്. मुझे मदद की जरूरत है। ഞാൻ വാടി തളർന്നിരിക്കുന്നു. मैं सूख के मुरझा गया हूँ, ഞാൻ ക്ഷീണിച്ചു പോയിരിക്കുന്നു. मैं थक गया हूँ। ഓ, എന്നെ കൈവിടരുത്. मुझे छोड़ना नहीं प्रभु, എന്നെ കൈവിടരുത്. मेरा हाथ ना छोड़ना। കൃപ വേണം അപ്പാ. कृपा चाहिए ശക്തി परमेश्वर, വേണം അപ്പാ. शक्ति चाहिए परमेश्वर। നിന്റെ കൃപാസനത്തിനടുക്കിലേക്ക് ഞാൻ കടന്നു വരുന്നു. तेरे कृपा का सिंहासन के पास में आता हूँ। നിങ്ങൾ എവിടേക്കാണ് അടുത്ത് വന്നിരിക്കുന്നത്? आप कहाँ पे आए हैं? സീനായുടെ അടുക്കിലേക്കല്ല, सीना के पास नहीं, സിയോന്റെ അടുക്കിലേക്ക്. सिय्योन के पास, അടിമത്തത്തിന്റെ അടുക്കിലേക്കല്ല. गुलामी के पास नहीं। മീതെയുള്ള ജെറുസലേമോ, जो അവൾ स्वर्ग के സ്വതന്ത്രയാണ്. जो- അവൾ जो തന്നെ जेरूशलेम जो നമ്മുടെ स्वतंत्र है वही हमारी माँ। അമ്മ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ സിയോന്റെ അടുക്കിലേക്കാണ് ഞാൻ അടുത്ത് वो വന്നിരിക്കുന്നത്. सिय्योन के पास में आया हूँ। ധന്യവാദി യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഉറപ്പുള്ള പട്ടണമാണ്, ഉറപ്പുള്ള ഗോപുരമാണ്. എനിക്ക് ഉറപ്പുള്ള ഗോപുരമാണ്. मेरा एक पक्का शहर है। നീ എന്നെ മറച്ചു കൊള്ളണം. तू मुझे छुपा के मत रखना। ഈ ആരാധന കഴിഞ്ഞ് ഞാൻ മടങ്ങി പോകുമ്പോൾ ये आराधना के बाद जब मैं लौट जाएगा, വന്നതുപോലെയല്ല, आया उस प्रकार नहीं। കൃപാസനത്തിനടുക്കിൽ നിന്ന് ദൈവിക ശക്തി വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോവാൻ എന്നെ സഹായിക്കണം. कृपा के सिंहासन के पास आके तेरी शक्ति सामर्थ को पाके जाने के लिए ചേർന്ന് मदद പാടി कर। കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. एक साथ गीत गा के परमेश्वर ഒന്ന് धन्यवाद देने ആരാധിച്ച് वाले, കർത്താവിനെ മഹത്വപ്പെടുത്താം. एक साथ आराधना करने वाले। हम सब अपने जीवन को परमेश्वर के चरणों में अर्पण करते हुए समर्पण करें। उस अनुग्रह के सिंहासन पर ले आए। हम
हमारे जीवन को परमेश्वर के उस वेदी पर अर्पण करें। हालेलुया, हालेलुया, आमेन जीसस। ले चल मुझे, ले चल मुझे, तू है जहां। ले चल मुझे, ले चल मुझे, ले चल मुझे तेरे सिंहासन के पास। ले चल मुझे, ले चल मुझे, ले चल मुझे, तू है जहां। ले चल मुझे, ले चल, ले चल मुझे, ले चल मुझे तेरे सिंहासन के पास। ले चल मुझे, ले चल मुझे, ले चल मुझे, तू है जहां। ले चल मुझे, ले चल मुझे, ओ ले चल मुझे तेरे सिंहासन के पास। ले चल मुझे, मैं तेरे पास आता हूँ। मुझे तू है जहां। ले चल मुझे, ले चल, ले चल मुझे, ले चल मुझे तेरे सिंहासन के पास। ले चल मुझे, ले चल, ले चल मुझे, ले चल मुझे, तू है जहां। ले चल मुझे, ले चल मुझे, ले चल मुझे तेरे सिंहासन के पास। ले चल तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा। तुझे ढूंढता हुआ, यस लॉर्ड, तुझे चाहता हुआ, मुझे खींच ले, मैं तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा। तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूं। से हिरनी पानी के लिए प्यासा मैं भी हूँ तेरे लिए। जैसे हिरनी पानी के लिए प्यासा मैं भी हूँ तेरे लिए। जैसे हिरनी पानी के लिए प्यासा मैं भी हूँ तेरे लिए। जैसे हिरनी पानी के लिए प्यासा मैं भी हूँ तेरे लिए। तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा तेरे ही पीछे। तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा। तुझे ढूंढता, तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा। तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा। ले चल मुझे, ले चल मुझे, ले चल
मुझे, तू है जहाँ, ले चल मुझे, ले चल मुझे, ले चल मुझे तेरे सिंहासन के पास, ले चल मुझे, ओ ले चल मुझे, ले चल मुझे तेरे सिंहासन के पास, ले चल, ले चल, ले चल मुझे, ले चल। तू जहां पर है परमेश्वर, तू है जहां, मैं वहां आने के लिए तैयार हूं परमेश्वर। ले चल मुझे, ले चल मुझे तेरे सिंहासन के पास, ले चल मुझे, ले चल मुझे। अपने जीवन को परमेश्वर के हाथों में आज समर्पण करते हुए कहेंगे, तू है जहां, ले चल मुझे, ले चल, ले चल मुझे, ले चल मुझे तेरे सिंहासन के पास, ले चल मुझे। तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा। तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा। तुझे ढूंढता हुआ, तुझे चाहता हुआ, तुझे ढूंढता हुआ, तुझे चाहता तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा। तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा। मुझे खींच ले, मैं तेरे पीछे दौड़ूंगा। ओ मुझे खींच ले यीशु, मैं तेरे पीछे दौड़ूंगा। तेरे प्यार में प्रभु मैंने सब कुछ पा लिया। तेरे प्यार में प्रभु मैंने सब कुछ पा लिया। तेरे प्यार में, तेरे ही प्यार में, तेरे प्यार में, तेरे ही प्यार में यीशु मैंने सब कुछ पा लिया। मुझे खींच ले, तू मुझे खींच ले, तेरे पीछे आज मैं चलने के लिए तैयार हूँ। तू मुझे खींच ले यीशु, मैं तेरे पीछे दौड़ूंगा। मुझे खींच ले, तू मुझे खींच ले यीशु मसीह, मैं तेरे पीछे दौड़ूंगा। क्योंकि जैसे हिरनी पानी के लिए
तू है जहां, ले चल मुझे यीशु, ले चल मुझे, ले चल मुझे तेरे सिंहासन के पास, ले चल मुझे